കരങ്ങളെ ഉയർത്തി കർത്താവിനും സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു പകലുകൂടെ കർത്താവ് നമുക്ക് തന്നു. കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാനും കർത്താവിനെ സ്തുതിപ്പാനും ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചു, വേർതിരിച്ചു, ആലയത്തിലേക്ക് കൂട്ടിവരുത്തി. എല്ലാ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കും ദയയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടെ കർത്താവ് ദൈവസഭയ്ക്ക് നൽകിയതോർത്ത് സ്തോത്രം. അനേകം പ്രിയപ്പെട്ടവർ സൗഖ്യമില്ലാതെ ഭവനങ്ങളിലായിരിക്കുന്നു. അവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. വിശേഷിച്ച് അവർക്കായി സ്തോത്രം ചെയ്യണം. കർത്താവരെല്ലാം സൗഖ്യമാക്കട്ടെ. വരുന്ന ആഴ്ചയിൽ എല്ലാവരെയും കർത്താവ് കൂട്ടി വരുത്തട്ടെ. അപ്പോൾ തന്നെ പകൽ സഭായോഗത്തിൽ സംബന്ധിക്കുന്നവരിലും പലരും സൗഖ്യമില്ലാതെ പ്രയാസപ്പെടുന്നവരാണ്. അവരെല്ലാം കർത്താവ് ഈ സഭായോഗത്തിൽ സൗഖ്യമാക്കട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് വിത്ത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ചിലരുടെ ശക്തിക്ക് പറഞ്ഞേ, വിത്ത്. ആമേൻ. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളൊരു വാക്കാണ് വിത്ത് എന്നുള്ളത്. ദൈവവചനപ്രകാരവും ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. സാധാരണ നമ്മളൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴൊക്കെയും വേദപുസ്തകത്തിലെ അനേകം കാര്യങ്ങൾ നമ്മൾ വിത്തിനോട് ഉപമിച്ച് ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് പ്രാർത്ഥന അതൊരു വിത്താണ് എന്ന് നമ്മൾ പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. അതർത്ഥമാക്കുന്നത് ഒരു കാലത്ത് വിതയ്ക്കപ്പെടുന്നതും പിന്നീട് ഫലമുളവാക്കുന്നതുമായ ഒന്ന് എന്ന അർത്ഥത്തിലാണ്. പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാകും. ആ അർത്ഥത്തിൽ പ്രാർത്ഥനയെ വിത്ത് എന്നതിനോട് സദൃശീകരിച്ച് ശുശ്രൂഷിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. വിശ്വാസത്തെ അങ്ങനെ പ്രസംഗിക്കാറുണ്ട്. അതുപോലെയാണ് ദൈവവേലയ്ക്ക് പണം ചെലവാക്കുന്നവനെ സംബന്ധിച്ചും നമ്മൾ അങ്ങനെ പ്രസംഗിക്കാറുണ്ട്, ശുശ്രൂഷിക്കാറുണ്ട്. സ്തോത്രം. അതൊന്നും തെറ്റായ കാര്യങ്ങളാണെന്നല്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വിത്ത് എന്നതിന് രണ്ട് കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. വിശ്വാസം ഒരു വിത്താണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം. പ്രാർത്ഥന ഒരു വിത്താണെന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം. ദൈവവേലയ്ക്ക് പണം കൊടുക്കുന്നത് ഒരു വിത്താണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം. അതിനെല്ലാം വലിയ പ്രതിഫലങ്ങളും ഫലങ്ങളും ഉണ്ടാകും. എന്നാൽ വേദപുസ്തകം ഇതിനെ ഒന്നിനെയും വിത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല. വിത്ത് എന്ന അർത്ഥത്തിൽ വേദപുസ്തകം ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ആമേൻ, ആമേൻ. സ്തോത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം മതി. ഒന്ന് വിത്ത് എന്നുവെന്ന് പറഞ്ഞേ. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, വിത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്. വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തിച്ച് പറഞ്ഞ് വിത്ത് ദൈവത്തിൻ്റെ വചനമാണെന്ന് പറഞ്ഞേ. എന്തിനാ അങ്ങനെ പറയിപ്പിച്ചതെന്നറിയാമോ? ഒരു പോരാട്ടം അഴിയാൻ വേണ്ടിയാണ്. വിത്ത് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. വിത്ത് ദൈവത്തിൻ്റെ വചനം. കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ വിതയ്ക്കാനായി പുറപ്പെട്ടു. അദ്ദേഹം വിതച്ചു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടെ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. സ്തോത്രം. വഴിയരികിൽ വീണത് മനുഷ്യർ ചവിട്ടിക്കളഞ്ഞു. പാറസ്ഥലത്ത് വീണത് വെള്ളമില്ലാത്തത് കൊണ്ട് അത് വേര് പിടിച്ചില്ല. മുള്ളിനിടയിൽ വീണത് മുള്ള് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായി ഫലം കൊടുത്തു. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. എന്താണ് വിത്ത് എന്നുള്ളത്? രണ്ടാമത്തെ വിഷയത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സ്തോത്രം. നോക്കിക്കോ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 38-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 30 മതി. വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ. ഒന്നുറക്കെ പറഞ്ഞ് രാജ്യത്തിൻ്റെ പുത്രന്മാർ. ഒന്നുകൂടെ പറഞ്ഞ് രാജ്യത്തിൻ്റെ പുത്രന്മാർ. വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞ? വിത്ത് എന്നവാന്ന് പറഞ്ഞേ? ദൈവത്തിൻ്റെ വചനം.
രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നു വിത്ത് രാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാണ്. ഇനി ആരാണ് ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരെന്ന് നോക്കണ്ടേ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ആ ആ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാകണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ജഡപ്രകാരം ജനിച്ചത് ജഡമാകുന്നു, ആത്മപ്രകാരം ജനിച്ചത് ആത്മാവാകുന്നു. നമ്മളെല്ലാം ഭൂമിയിൽ ഒരിക്കൽ ജഡപ്രകാരം ജനിച്ചവരാണ്. അങ്ങനെ ജനിച്ചപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പുത്രന്മാരായി. എന്നാൽ നമ്മൾ വീണ്ടും ഒന്ന് ആത്മാവിൽ ജനിച്ചപ്പോൾ, സ്തോത്രം, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരായി. ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ എന്നത് വിത്താണ്. സ്തോത്രം. അപ്പോൾ ആരാണ് വിത്ത്? നമ്മളാണ് വിത്ത്. മനസ്സിലായോ? ആമേൻ. ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ അത് വിത്താണെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ അറിയേണ്ടത് ആരാണ് ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരെന്നുള്ളതാണ്. ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരെന്നുള്ളത് വീണ്ടും ജനിച്ച ദൈവമക്കളാണെന്ന് യോഹന്നാൻ സുവിശേഷം പഠിപ്പിക്കുന്നു. വീണ്ടും ജനിച്ച ദൈവമക്കളാകുന്ന നമ്മളാണ് നല്ല വിത്തുകൾ. സ്തോത്രം പറഞ്ഞേ. ആമേൻ. സ്തോത്രം. വിത്തിന് ധർമ്മങ്ങളുണ്ട്, വിത്തിന് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു കൃഷിക്കാരൻ വിത്ത് സൂക്ഷിക്കുന്നതിനും വിത്ത് ഉപയോഗിക്കുന്നതിനുമൊക്കെ പല മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ബാധകമാണ്. അതെല്ലാം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലൂടെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, എന്നെ നല്ല വിത്തായി തിരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് അതിലൂടെ ഒന്ന് കയറി ഇറങ്ങി നോക്കാം. ദൈവത്തിന് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കാനുണ്ടാവും. സ്തോത്രം. നമ്മളെക്കുറിച്ചാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെക്കുറിച്ചാണ്, നല്ല വിത്തുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. വിത്ത് വിതയ്ക്കുന്നതിന് വേദപുസ്തകത്തിൽ ഒരു പ്രമാണമുണ്ട്. ആമേൻ. നമ്മൾ ആ വായിച്ച വാക്യത്തിനകത്തുണ്ട്, വയൽ എന്നുള്ളത് ലോകമാണ്. വിത്ത് ആ ലോകത്ത് വിതയ്ക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരായ നമ്മളാണ്. അങ്ങനെയല്ലേ ആ വാക്യം? വാക്യം ഒന്നുകൂടെ നോക്കിക്കോ. ആ ആ വയൽ എന്താണ്? വയൽ ലോകമാണ്. സ്തോത്രം. വിതയ്ക്കുന്നത് കർത്താവാണ്, വിത്ത് നമ്മളാണ്. സ്തോത്രം. കൃഷിക്കാരൻ കർത്താവാണ്. നിലം എന്നുള്ളത് ഈ ലോകമാണ്. ഇവിടേക്ക് വിതയ്ക്കപ്പെടുന്ന വിത്തുകളാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ആമേ. ഇതകത്ത് കിടക്കണം. എന്നിട്ട് ഇനിയാണ് നമ്മൾ കാര്യങ്ങളിലോട്ട് വരാൻ പോകുന്നത്. ഈ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അതിനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം എല്ലാ വേദപുസ്തകത്തിലുണ്ട്. ആ പ്രമാണം എന്നാമോ നോക്കാം. ആവർത്തന പുസ്തകം എടുക്കും. 22-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നോക്കൂ. വിത്ത് വിധയുടെ പ്രമാണം അവിടെ എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം. അതെ, ഒറ്റ കൃഷി ആയിരിക്കണം. ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റേ ഈ കൂട്ടുകൃഷിയാകരുത്. സ്തോത്രം. ഈ പല ആരാധനയുടെ കൂടെ ഒരാരാധനയാകരുത് ദൈവജനത്തിൻ്റെ സഭായോഗങ്ങൾ. പല ദൈവങ്ങളുടെ കൂടെ ഒരു ദൈവമാകരുത് യേശുക്രിസ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പലരോടും കഴിക്കുന്ന അപേക്ഷകളുടെ കൂടെ ഒരപേക്ഷ ഇവിടെയും ഇരിക്കട്ടെ എന്ന ഭാവത്തോടെയാകരുത് ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ആമേൻ. വിത്തിനോട് പറയുകയാണ്, നീ ഒറ്റ കൃഷിയായിരിക്കണം. മുന്തിരിയാണെങ്കിൽ മുന്തിരി മാത്രം, അത്തിയാണെങ്കിൽ അത്തി മാത്രം, ഒലിവാണെങ്കിൽ ഒലിവ് മാത്രം. സ്തോത്രം. സ്തോത്രം. പല ദൈവങ്ങളെ നമ്മൾ പരിശോധിച്ചിട്ട്
അതിലുള്ളതിൽ മെച്ചമായ ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്തതാകരുത് യേശു കർത്താവ്. ഒന്നുകൂടെ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള അനേകം ദൈവങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒത്തിരി 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 ദൈവങ്ങളുണ്ട്. അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള പലതും. ഇതിനെല്ലാം കൂടെ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ തമ്മി ഭേദമെന്ന് നമുക്ക് തോന്നിയ ഒന്നാണ് യേശു കർത്താവെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. മറിച്ച് നാം ആരാധിക്കുന്ന ദൈവം അത് മാത്രമാണ് ദൈവമെന്ന തിരിച്ചറിവിൽ. സ്തോത്രം, സ്തോത്രം. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഈ ബോധ്യം ഉണ്ടാവണം. സ്തോത്രം. പലതിൻ്റെ കൂടെ, പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ കർത്താവും എന്നുള്ളതല്ല വിഷയം. കർത്താവ് മാത്രം എൻ്റെ ആരാധ്യൻ. പലരോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കർത്താവിനോടും എന്നുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കരുത്തുള്ള ഒരേ ഒരു ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം. കൂട്ടുകൃഷിയാകരുത് സഭാജീവിതം, കൂട്ടുകൃഷിയാകരുത് ആത്മീക ജീവിതം, കൂട്ടുകൃഷിയാകരുത് സഭാജീവിതം. സ്തോത്രം. ആമേൻ. ഒറ്റ കൃഷിയായിരിക്കും. ദൈവം ആരെന്ന തിരിച്ചറിവോടെ വേണം ഈ ദൈവത്തെ സേവിക്കാൻ, ഈ ദൈവത്തെ ആരാധിക്കാൻ, ഈ ദൈവത്തിൻ്റെ പുറകിൽ നിൽക്കാൻ. അപ്പോൾ ഒറ്റ കൃഷിയായിരിക്കണം. അങ്ങനെ ഒരു കൃഷി വയലിൽ നടക്കുകയാണ്. സ്തോത്രം. കൃഷി നടക്കുന്ന സമയത്ത് അത് മണ്ണിൽ വിതയ്ക്കപ്പെട്ടു, അതവിടെ മുളച്ചു, അതവിടെ വളർന്നു, അതവിടെ ഫലമുണ്ടായി, 100 മേനിയായി വിളഞ്ഞു. വയലിൽ നിൽക്കുകയാണ്, 100 മേനിയായി വിളഞ്ഞു. വഴിയെ പോകുന്നവരൊക്കെ കണ്ടേച്ച് പറഞ്ഞു, കൊള്ളാം, എന്നാ വിളവ. സ്തോത്രം. ഈ ഇത്രയധികം നിൽക്കുന്ന ഈ വിളവ് അതതിൻ്റെ സമയത്ത് അരിഞ്ഞെടുത്തില്ലെങ്കിൽ, കൊയ്തെടുത്തില്ലെങ്കിൽ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇത് മണ്ണിൽ പൊഴിയും, മണ്ണിൽ പൊഴിയും. സ്തോത്രം. ഉറപ്പിച്ച മണ്ണിൽ നിന്ന് അത് അരിഞ്ഞെടുക്കപ്പെടണം, ഇല്ലെങ്കിൽ ഇത് മണ്ണിൽ പൊഴിയും. മണ്ണിൽ പൊഴിയാനല്ല കൃഷിക്കാരൻ അതിനെ വിതച്ചത്, അരിഞ്ഞെടുക്കാനാണ്. സ്തോത്രം. അധികം പേർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല, അധികം പേർക്കും അതിനോട് വലിയ ഇഷ്ടമില്ല. പക്ഷെ അതാണ് ദൈവഹിതം. എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്? വയലിൻ്റെ പ്രത്യേകതയാണ്. വയലിൽ ഉള്ള കാര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ് അനേകം പേർക്കും ആ ദൈവത്തിൻ്റെ അരിഞ്ഞെടുക്കപ്പെടലിനോടങ്ങ് താതാത്മ്യം പ്രാപിക്കാനാകാത്തത്. എന്താ വയലിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. സ്തോത്രം. നമ്മളൊക്കെ സാധാരണ പറയും, പാസ്റ്ററെ, ആരും എനിക്ക് കൂടെ ഇല്ലേലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഇതൊരു നല്ലൊരു ഭാഷയാണ്, നല്ലൊരു വാക്കാണ്. പക്ഷെ ഞാൻ പറയാം, ഒരു നല്ല പങ്കും വെറുതെ കള്ളം പറയുന്നതാണ്. ഒരാളൊന്ന് മുഖം കറുപ്പിച്ചാൽ മതി, ഒരാളൊന്ന് കൈ തരാതിരുന്നാൽ മതി, ഒരാളൊന്ന് മിണ്ടാതിരുന്നാൽ മതി, ആരാധനയും തീർന്നു, പ്രാർത്ഥനയും തീർന്നു, ഉപവാസവും തീർന്നു. ചിലർ സ്തോത്രാഴ്ച പോലും ഇടുകയില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്നാന്നറിയാം, ആരും ഇല്ലേലും എനിക്ക് പ്രശ്നമില്ല, ആരും എൻ്റെ കൂടെയില്ല, ഞാൻ ഒറ്റയ്ക്കാണേലും നിൽക്കും. ചുമ്മാതാ. സ്തോത്രം. അങ്ങനെ നിൽക്കാൻ പറ്റിയ വലിയ കാര്യമാണ്. പക്ഷെ ഒരു നല്ല പങ്കിനെ കൊണ്ട് നമുക്ക് സാധ്യമാവും. നമുക്കൊരു 10-20 പേര് നമ്മുടെ ചുറ്റും നിന്ന് നമുക്കിങ്ങനെ ഏലായിട്ട് തരണം, എങ്കിലാണ് നമുക്കൊരു പാട്ടും പ്രാർത്ഥനയൊക്കെ നടക്കത്തുള്ളൂ. സ്തോത്രം.
ജോബിൻ നല്ല ആളാണ്, ജോബിൻ്റെ പ്രാർത്ഥന നല്ലതാണ്, ജോബിൻ്റെ ആരാധന നല്ലതാണ്, ജോബിന് സാരമില്ല, ജോബിൻ ഞങ്ങളുടെ മുത്താണ്, ജോബിൻ ഞങ്ങളുടെ പൊന്നാണ്, ജോബിനില്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ജോബിനൊരു ആരാധനയാക്കും. ഒരു നല്ല പങ്ക് ദൈവമക്കളും അങ്ങനെയാണ്. എന്നാൽ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മളൊന്ന് മുഖം ദേഷ്യപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കട്ടകാലത്ത് നമ്മുടെ കണ്ണിപ്പെടാതെ പോയതായിരിക്കും, അമ്മ തീർന്നു എല്ലാം. സ്തോത്രം. അനേകരുടെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കുക എളുപ്പമാണ്. അനേകരിൽ ഒരാളാകുക എളുപ്പമാണ്. സ്തോത്രം. വ്യക്തമായിട്ട് പറയാം. രൂത്തിന്റെ പുസ്തകം എടുത്തേ, 2-ാം അധ്യായം എടുത്തേ, 4-ാമത്തെ വാക്യം വായിച്ചേ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നോക്കൂ. വയലിൽ ഒരു കൊയ്ത്ത് നടക്കുകയാണ്. 100 മേനി വിളഞ്ഞു നിൽക്കുന്ന ഒരു വയല് കൊയ്യാൻ പോവുകയാണ്. ആ കൊയ്ത്ത് നടക്കുമ്പോൾ ആ വയലിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. വയലിൽ ബോവസ് ഉണ്ട്. ആ ആ ആ നല്ല ബ്ലെസ്സിങ് ആയിട്ടുള്ള, എന്നാ പറയുക, ബ്ലെസ്സിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. കൈ തരുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇങ്ങോട്ട് കൈ തരുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ള സ്ഥലമാവട്ടെ. കാരണം ബോവസ് അവരോട് പറയുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവർ തിരിച്ചു പറയുന്നു അങ്ങേയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഊടുപാടെ അനുഗ്രഹമാണ്. സ്തോത്രം. വയലിന്റെ പ്രത്യേകത പറഞ്ഞു പോകുന്നത് കേട്ടോ. അതെ, വയലിലുള്ള അടുത്തയാളാണ് കൊയ്ത്തുകാരുടെ മേലാള്. അപ്പൊ ബോവസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രോത്സാഹനത്തിന്റെ വാക്കുകളുണ്ട്, കൊയ്ത്തുകാരുടെ ഒരു മേലാളനുണ്ട്. അവിടെ ഒരു യുവതിയുണ്ട്. യുവതിയുടെ പേര് നിങ്ങൾക്ക് അറിയാം, രൂത്ത്. അവിടെ രൂത്തുണ്ട്. അതെ, ചോദിച്ചു. അതെ അതെ. കേട്ടോ മകളെ, ആ വാക്ക് കണ്ടോ, മകളെ അല്ലേ? സ്തോത്രം. ഒരു എന്നാ പറഞ്ഞ ഒരു സ്നേഹത്തിന്റെ ഭാഷയാണ്. ഒരു മകളെ, മകനെ, സഹോദര, സഹോദരി, പെങ്ങളെ, അളിയ, അച്ഛാ, ആൻറ്റി, അതും ഉണ്ട് അവിടെ. സ്തോത്രം. നല്ല ഭാഷയുണ്ട്, നല്ല സഹകരണമുണ്ട്. അടുത്തത്. അതെ അതെ. അടുത്തത് അവിടെ ബാല്യക്കാരുണ്ട്. ബാല്യക്കാരത്തികളുണ്ട്, ബാല്യക്കാരുണ്ട്. വല്ലവനും കോരി വെച്ച വെള്ളവും നീ കുടിച്ചോ. ബാല്യക്കാര് കോരി വെച്ച വെള്ളവും. നീ പാട്ടും പ്രാർത്ഥനയൊന്നും വേണ്ടെന്ന്, എല്ലാവരും ആ പാടുന്ന കൂടെ നീ ഇങ്ങടി അങ്ങോട്ട്, നീ ആ വെള്ളവും കുടിച്ച. ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ വലിയ പ്രയാസമൊന്നും വേണ്ട. അവരോട് പറഞ്ഞിട്ടുണ്ട്, കൊയ്തു പോകുമ്പോൾ നിനക്കുള്ളത് വിട്ടേച്ച് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് രക്ഷയാ. പിന്നെ നിന്റെ പേരൊന്നുകൂടി ആരും വിളിക്കുന്നില്ല. മകളെ, മോളെ, കൊച്ചെ എന്നൊക്കെയാ വിളിക്കണേ. പേര് വിളിച്ചാലല്ലേ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? അമ്മാമ്മ മര്യാദയ്ക്കിരിക്കണമെന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അമ്മാമ്മ എങ്ങനെ വേണേലും ആയിരിക്കും. അവർ വെച്ച വെള്ളം കൂടെ കോരി കുടിച്ചോളാൻ പറയുകയാണെങ്കിൽ നമുക്ക് പണക്കമില്ലല്ലോ. അവിടെ ഭൃത്യന്മാരുണ്ട്, ബാല്യക്കാരുണ്ട്, ഒരു വലിയ കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായി രൂത്ത് അവിടെ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളായി എല്ലാ സൗകര്യങ്ങളോടും കൂടെ നിൽക്കുമ്പോൾ, ആമേൻ, നവോമി രൂത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാളായി നിന്നതുകൊണ്ട് നിന്റെ വീണ്ടെടുപ്പ് നടക്കില്ല. നിന്നെക്കുറിച്ച് നിത്യനായ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്നിൽ നിറവേറ്റപ്പെടണമെങ്കിൽ കൂട്ടത്തിൽ നിന്ന് മാറണം. വയലിൽ പലരുടെ കൂട്ടത്തിൽ ഒരാളായി പോകുക എളുപ്പമാണ്. സഭ കേൾക്കുന്നുണ്ടോ?
ആമേൻ. നമ്മളാകുന്ന വിത്തിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്, ദൈവത്തിനൊരു ഹിതമുണ്ട്. അത് നമ്മിൽ നിവർത്തിച്ചു കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു വലിയ കൂട്ടത്തിന്റെ താളത്തിൽ മുൻപോട്ട് പോയാൽ അത് നടക്കില്ല. നവോമി അവളെ വിളിച്ചു പറയുന്നു, ഇതല്ല ദൈവത്തിന്റെ ഹിതം, ഇതല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റപ്പെടണമെങ്കിൽ നീ കൂട്ടത്തിൽ മാറണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് തന്നെയുള്ള ഒരു പേരുണ്ട്, നമ്മുടെ ഒരു പേര് തന്നെ വേർപാടുകാരെന്ന. ഒന്ന് പറഞ്ഞേ, ശരിക്കൊന്ന് പറ, വേർപാടുകാര് അല്ലേ? ഇപ്പൊ നമ്മളെ കുറിച്ച് ആരും അങ്ങനെ പറയാറില്ല. പണ്ട് പെന്തക്കോസ്തുകാരെ വിളിച്ചോടുന്ന വേർപാടുകാരെന്നായിരുന്നു. കാരണം ഇപ്പൊ വലിയ വേർപാടൊന്നും ഇല്ലാന്ന് വിളിക്കുന്നവർക്ക് വരെ അറിയാം അല്ലേ? നമ്മളെയും കണ്ട തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പണ്ട് പെന്തക്കോസ്തുകാരനെ കണ്ട തിരിച്ചറിയായിരുന്നു. അവർക്ക് അവരുടെ കുറെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ബോഡിയിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ കുറെ കാര്യങ്ങൾക്കൊക്കെ അവരെ കണ്ട തിരിച്ചറിയായിരുന്നു. ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുകയല്ല. സ്തോത്രം. അവര് പണ്ടത്തെ പെന്തക്കോസ്തുകാര് പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ യാനം. ഓ നാടു വിട്ടു വീട് വിട്ടു കൂടെയൊന്നായി വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ ആ കൊട്ടാരം. ഓക്കെ, സ്തോത്രം. ഇപ്പൊ നമുക്ക് അത് വലിയ പാടാൻ പറ്റത്തില്ല. കാരണം പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടണമല്ലോ, നടക്കുകയല്ലോ. നമുക്ക് തന്നെ അറിയാം അല്ലേ? നമുക്ക് ആ സംഭവം നമുക്കധികം കിട്ടാറില്ല. ഇവിടെ രൂത്തിനോട് നവോമി പറയുവാണ്, നീ ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഒരാളായി നിന്നിട്ട് കാര്യമില്ല, നീ ഈ കൂട്ടത്തിൽ നിന്ന് മാറണം, വയലിൽ നീ മാറണം. നീ എവിടെ ചെല്ലണം? സ്തോത്രം. വയലിൽ നിന്ന് മാറിയിട്ട് ഒരു വാക്യം വായിച്ചേ, 3:6 വായിച്ചേ. എവിടെ ചെന്നു? രൂത്തിനോട് നവോമി പറഞ്ഞു കൊടുക്കുവാണ്, വയലിൽ നിന്ന് മാറണം, കളത്തിൽ ചെല്ലണം. ഒന്ന് പറഞ്ഞേ, കളം. പറ, കളം. കളത്തിൽ ചെല്ലണം. കളം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കൊയ്തു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സ്ഥലം, അത് മെതിക്കാനായി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സ്ഥലം, അതാണ് കളം. ആമേൻ, ആമേൻ, സ്തോത്രം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് കളത്തി വരണമെന്ന് പറഞ്ഞ്, കൂടെയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. സ്തോത്രം. അതെ, കളത്തിലേക്ക് വരണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ മുടിയമ്പുത്രനെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ മുടിയമ്പുത്രൻ തിരിച്ചു വരികയാണ്, അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ ഈ മുടിയമ്പുത്രനെ വഴി വെച്ച് കാണും. ഇവൻ അവിടെ നിന്ന് പോരുമ്പോൾ കുറച്ച് കാര്യമൊക്കെ ചിന്തിച്ചോണ്ടാണ് പോരുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല, നിന്റെ കൂലിക്കാരൊരാളായിട്ടെങ്കിലും എന്നെ കരുതണം എന്നൊക്കെ പറയാം. അപ്പൻ ചെമ്മിട്ട് കണ്ട് കാല് പിടിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാമെന്നും വിചാരിച്ച് ഇദ്ദേഹം അവിടെ നിന്ന് പോരുന്നത്. ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഈ അപ്പൻ വഴിയിൽ വെച്ച് കണ്ടു. അപ്പൻ ഓടിച്ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു. അവൻ പറയാൻ തുടങ്ങിയപ്പോഴേ അപ്പൻ വാ കുത്തി വെച്ചു പറഞ്ഞു, ഒന്നും പറയണ്ട, എനിക്ക് നിന്റെ ഹൃദയം അറിയാം, എനിക്ക് നിന്നെ അറിയാം, നിന്റെ മനസ്സിൽ ഇപ്പോഴെന്നാന്ന് എനിക്ക് അറിയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ നല്ല അപ്പനാണ്. നല്ലൊരു ആമേൻ പറഞ്ഞേ. ഏതൊരു മനുഷ്യനും നമ്മുടെ പുറം മാത്രം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വായിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്.
അതുകൊണ്ട് ബൈബിൾ പറയുന്നത് അവൻ നമ്മുടെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദൂരത്ത് നിന്നറിയുന്ന ദൈവം. നമ്മുടെ ഹൃദയത്തിന്റെ വിചിന്തനങ്ങളെയും വിചാരങ്ങളെയും വിവേചിച്ചറിയുന്ന ദൈവം. നമ്മുടെ ആഴങ്ങളെ പോലും ആരാഞ്ഞറിയുന്ന ദൈവം. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ നന്നായിട്ട് അറിയുന്നു. അപ്പന്റെ അടുക്കലേക്ക് ഈ മകൻ ഓടിയെത്തി. അപ്പൻ അവനെ വഴിയിൽ വെച്ച് കണ്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഒരു മോതിരമൊക്കെ ഇടിയിച്ച് ഒരു വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ചെരിപ്പൊക്കെ ഇടിയിച്ച് മിടുക്കനാക്കി. എന്നിട്ട് അപ്പൻ അവനോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലെ അത്താഴത്തിന് നീ വരണം, നീ അവിടെ ഉണ്ടാകണം. സ്തോത്രം. ദൈവമക്കളെ കേൾക്കുക, ഈ വഴിയിൽ വെച്ച് കിട്ടിയ കുറെ കാര്യങ്ങൾ കൊണ്ടൊന്നും നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു കിട്ടത്തില്ല. നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു വരണമെങ്കിൽ അപ്പൻ ഒരുക്കിയ കസേരയിലേക്ക് തിരിച്ചെത്തണം. ഈ മകൻ വർഷങ്ങൾക്ക് പുറകിൽ അപ്പന്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ വീടിന്റെ ഡൈനിങ് ടേബിളിൽ ഇട്ടിരുന്ന ഒരു കസേരയുണ്ട്. അപ്പനും ഈ മക്കളും കൂടെ ഇരുന്ന ആ സീറ്റിംഗ് ഉണ്ട്. അതിൽ ഒരു സീറ്റ് ഇവൻ ഇറങ്ങിയ അന്നു മുതൽ ഇന്നുവരെ കാലിയാണ്. ആ സീറ്റ് അപ്പൻ മറ്റൊരാൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. സ്തോത്രം, സ്തോത്രം. സഭയ്ക്കകത്തിരിക്കുമ്പോൾ ദൈവമക്കളെ, ഇന്നലകളിൽ അപ്പൻ നീക്കിയിട്ടപ്പോ കയറിയിരുന്ന കസേരകളിൽ ഇന്നും ഞാൻ ഉണ്ടെന്ന്, അതേ സ്ഥാനത്ത് ഞാൻ ഇപ്പോഴും ഉണ്ടെന്ന് ധൈര്യമായി പറയാൻ കഴിയുന്ന എത്ര പേർ ഈ സഭായോഗത്തിനകത്തുണ്ട്? സ്തോത്രം. അപ്പൻ എനിക്ക് വേണ്ടി വെച്ച ശുശ്രൂഷയിൽ, അപ്പൻ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ, നിയോഗത്തിൽ, എന്നോട് ഇടപെട്ട കാര്യങ്ങൾക്കകത്ത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എന്ന് നമ്മിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? സ്തോത്രം. അല്ല, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ ഇപ്പോൾ ദൈവാത്മാവ് പറയുന്നു, തിരിച്ചു വരണം. ആ കസേരയിലേക്ക് തിരിച്ചു വരണം. ആ ശുശ്രൂഷയിലേക്ക് തിരിച്ചു വരണം. ആ ദൈവകൃപയിലേക്ക് തിരിച്ചു വരണം. ആ അഭിഷേകത്തിലേക്ക് തിരിച്ചു വരണം. ആത്മസാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരണം. ആ സുവിശേഷ വേലയിലേക്ക് തിരിച്ചു വരണം. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിലേക്ക് തിരിച്ചു വരണം. ആമേൻ. സ്തോത്രം, സ്തോത്രം. വയലിൽ ഒത്തിരി ആൾക്കാരുണ്ട്, ആ കൂട്ടത്തിൽ പോകാം. അതല്ലെങ്കിൽ മുടിയൻപുത്രനെ പോലെ കിട്ടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനത്തെ ഒരു ജീവിതമായിട്ട് പോകാം. അപ്പോഴൊന്നും ഓർക്കുക, അപ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, ഇതുവരെ ആ ബന്ധം ശരിയായിട്ടില്ല, ആ ബന്ധം ദൃഢമായിട്ടില്ല. നവോമി രൂത്തിനോട് പറയുകയാണ്, വയലിൽ നീ മാറണം, നീ കളത്തിൽ ചെല്ലണം. കളത്തിൽ ആരുണ്ട്? കളത്തിൽ ബോവസ് ഉണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ, 9-ാമത്തെ വാക്യം വായിച്ചേ. ബോവസ് ആരാണ്? വീണ്ടെടുപ്പുകാരൻ. കളത്തിൽ ആരുണ്ട്? കളത്തിൽ വീണ്ടെടുപ്പുകാരനുണ്ട്. ആമേൻ. വയലിൽ ആരുണ്ട്? വയലിലും ഇതേ വീണ്ടെടുപ്പുകാരനുണ്ട്. നിങ്ങൾ കൂടി നിൽക്കുന്ന വലിയ കൂട്ടത്തിന്റെ അകത്തും കർത്താവുണ്ട്. സ്തോത്രം. നിങ്ങൾ കളത്തിൽ വന്നാൽ അവിടെയും കർത്താവുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. വയലിൽ പലരുണ്ട് വീണ്ടെടുപ്പുകാരനോട് കൂടെ, പക്ഷെ കളത്തിൽ നീ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കളത്തിലേക്ക് നോക്കുക, അവിടെ കൊയ്ത്തുകാരില്ല, അവിടെ ബാല്യക്കാരില്ല, അവിടെ ബാല്യക്കാരത്തികളില്ല. കളത്തിൽ രണ്ട് പേരേ ഉള്ളൂ. ഒരാളുടെ പേര് വീണ്ടെടുപ്പുകാരൻ, ഒരാളുടെ പേര് രൂത്ത്. എന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക്, വീണ്ടെടുപ്പുകാരന്റെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് കയറി വരാൻ കഴിയുമോ, അവിടെയാണ് ചരിത്രങ്ങൾ തിരിയാൻ തുടങ്ങുന്നത്.
ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തുടങ്ങുന്നത് അവിടം മുതലാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് കയറി വരിക. സ്തോത്രം. പലരിലൊരാളായല്ല, ഒറ്റയ്ക്ക് വരണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അതൊരു ഭയങ്കരമായ ഒരു അനുഭവമായിരിക്കും. ദൈവവും നിങ്ങളും മാത്രം, ഒരു വീണ്ടെടുപ്പുകാരനും നിങ്ങളും മാത്രം. ഓ സ്തോത്രം. ഒരു മുറിയാകാം, ഒരു ജോലി സ്ഥലമാകാം, ഒരു വഴിയരികിലാകാം, സഭാ ഹാളാകാം, കൺവെൻഷൻ സ്ഥലമാകാം, ഏതുമാകാം. എപ്പോൾ നിങ്ങളും ദൈവവും മാത്രമാകുന്നുവോ അവിടെ മുതൽ നിങ്ങളുടെ ചരിത്രം മാറും. അവിടെ മുതൽ നിങ്ങളുടെ സ്ഥിതി മാറും. അവിടെ മുതൽ ദൈവം നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ നിങ്ങളിൽ നിറവേറ്റാൻ തുടങ്ങും. ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. നാം കളത്തിൽ വരണമെന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ ഹിതം. മിഖായുടെ പുസ്തകം അത് തന്നെ പറയുന്നേ, കളത്തിലേക്ക് നിങ്ങൾ വന്നേ പറ്റൂ. വയലിലെ പലരുടെ കൂട്ടത്തിൽ നിന്നും കളത്തിലേക്ക് വന്നേ പറ്റൂ. ആമേ. കളത്തിൽ ആരുണ്ട്? വീണ്ടെടുപ്പുകാരനുണ്ട്. ഒന്നുകൂടെ പറയാം, കളത്തിൽ വീണ്ടെടുപ്പുകാരൻ മാത്രമേ ഉള്ളൂ. അവിടെ ഒത്തിരി പേരൊന്നുമില്ല, അവിടെ അവൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. ചില ആളുകൾക്ക് ആ കൊയ്ത്തുകാര് അല്ലെങ്കിൽ ബാല്യക്കാര് കോരി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ കുടിച്ചങ്ങ് പോകാനാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർ അങ്ങനെ പോട്ടെ. ചില ആളുകൾക്ക് മുന്നേ കൊയ്തു പോകുന്നവർ പുറകിലോട്ട് തള്ളിയിട്ട് കൊടുക്കുമ്പോൾ ചില ഔദാര്യങ്ങളുണ്ട്, ചില സഹായങ്ങളുണ്ട്. അവരിങ്ങനെ സഹായം പറ്റി ജീവിക്കുന്നവരാണ്. അവരങ്ങനെ പോട്ടെ. ഇവരെ കുറിച്ചൊന്നും അല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അവരോടൊന്നും അല്ല ഇന്ന് ദൂതുള്ളത്. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒറ്റയ്ക്ക് കയറി വരാൻ കരുത്തുണ്ടോ? അവരോടാണ് ഈ പകൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവരോടല്ല. ആമേൻ, ആമേൻ. സ്തോത്രം. മറിച്ച് ഒറ്റയ്ക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തോട് അപേക്ഷിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് ഇടപാടാൻ, അതിന് തന്റെ ഇടമുള്ളവർ ഈ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവരെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ മേൽ ഇതുവരെ നിവർത്തിക്കാത്ത പദ്ധതികൾ നിവർത്തിക്കാൻ ദൈവത്തിന് ഉണ്ട്. ഹല്ലേലൂയ. കളത്തിലേക്ക് വരണം കേട്ടോ. കളത്തിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കും അറിയണ്ടേ? ഒന്ന്, കളത്തിൽ വീണ്ടെടുപ്പുകാരനുണ്ട്. രണ്ടാമത്, കളത്തിലുള്ളത് എന്താണ്? വായിച്ചോളുക. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം. 2 ശമൂവേൽ 24-ാം അധ്യായം 21-ാം വാക്യം. ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ കളത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ്. കളത്തിൽ എന്തൊക്കെ ഉണ്ട്. ആമേൻ. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിക്കൂ. യജമാനനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവന ചോദിച്ചതിന് ദാവീദ്, ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്കു വാങ്ങുവാൻ തന്നെ. കളത്തിൽ എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നത്? ഒന്ന്, ബാധ ജനത്തെ വിട്ടുമാറും. ആമേൻ പറഞ്ഞേ. കളത്തിൽ വന്നാൽ, വീണ്ടെടുപ്പുകാരന്റെ അടുക്ക വന്നാൽ ബാധകൾ വിട്ടുമാറും. രക്തംശയം വർഷങ്ങളായി പിന്തുടരുന്ന ബാധകൾ വിട്ടുപോണോ?
വർഷങ്ങളായി കയറി പിടിച്ച ബാധകളിൽ നിന്ന് രക്ഷപ്പെടണമോ? കളത്തിൽ വീണ്ടെടുപ്പുകാരന്റെ അടുക്കൽ വരിക. വീണ്ടെടുപ്പുകാരന്റെ അടുക്കൽ വന്നാൽ ബാധകൾ വിട്ടുപോകും. സ്തോത്രം. വീണ്ടെടുപ്പുകാരന്റെ അടുക്ക വന്ന ബാധ മാറും. രണ്ടാമത്തെ കാര്യം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന്. കളത്തിലുള്ള രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യാഗപീഠമുണ്ട്, അവിടെ ആരാധനയുണ്ട്. സ്തോത്രം. ശരിയായ ആരാധന, ദൈവവും ഞാനും മാത്രമായി നിന്നുള്ള ആരാധനയാണ്. നമ്മളെല്ലാവരും കൂടിയിരുന്ന ഒരു ആരാധനയുണ്ട്, ഒറ്റയ്ക്കുള്ള ആരാധനയുമുണ്ട്. ആരാധന നടക്കണമെങ്കിൽ നമ്മൾ എവിടെ വരണം? കളത്തിൽ വരണം. അപ്പൊ കളത്തിൽ വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരന്റെ അടുക്കൽ കളത്തിൽ വന്നാൽ ബാധകൾ മാറും. രണ്ടാമത്തേത്, ആരാധനകൾ വെളിപ്പെട്ടു വരും. സ്തോത്രം. അപ്പൊ കളത്തിൽ വരണ്ടേ? അതോ വയലിൽ വല്ലവരും അരിഞ്ഞേച്ച് പുറകോട്ട് തള്ളിക്കളയുന്ന കാലാപെറുക്കി 2025 തള്ളിവിടാമെന്നാണോ കരുതുന്നേ? സ്തോത്രം. 24 വരെ അങ്ങനെ ആയിരുന്നു, പോട്ടെ. ഇനി 25-ലും വല്ലവനും കോരി വെച്ച വെള്ളവും മൊത്തിക്കുടിച്ച് വല്ലവനും കൊയ്തു പോകുമ്പോ പുറകിലേക്ക് ഇട്ടു തരുന്ന ഈ ഔദാര്യവും പറ്റി നിൽക്കാന്നാണോ വിചാരിക്കുന്നേ? അത് നിർത്തണം. സ്തോത്രം. രൂത്ത് എന്താ നവോമിയോട് പറഞ്ഞത്? നിന്റെ ദൈവമാ ഇനി എന്റെ ദൈവം അല്ലേ? അങ്ങനെ പറഞ്ഞു വന്നയാളാ രൂത്ത്. സ്തോത്രം. നീ സേവിക്കുമ്പോ ദൈവത്തെ ഞാൻ സേവിക്കും, നീ ആരാധിക്കുന്നിടത്ത് ഞാൻ ആരാധിക്കും, നീ പാർക്കുന്നിടത്ത് ഞാൻ പ്രാർത്ഥിക്കും. നിന്റെ ദൈവമാ ഇനി എന്റെ ദൈവം. അങ്ങനെ തീരുമാനമെടുത്തു വന്ന രൂത്തേ, നീ ഇനിയും വല്ലവരും കോരി വെച്ച വെള്ളവും കുടിച്ച് വല്ലവരും വലിച്ചിട്ടു തരുന്ന കാലാവറുക്കിയും ഇനിയും ജീവിക്കാമെന്നാണോ കരുതുന്നത്? നവോമി പറഞ്ഞു, സ്ഥലം വിടണം, വയല് വിടണം, നീ കളത്തി വരണം. ഞാൻ സേവിക്കുന്ന ദൈവം കാലാവറുക്കാൻ വിളിച്ച ദൈവമല്ല. ഞാൻ സേവിക്കുന്ന ദൈവം നിന്നെ ഉടമസ്ഥനാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നവോമി രൂത്തിനോട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് രൂത്ത് വീണ്ടെടുപ്പുകാരന്റെ അടുക്കെ വന്നത്. ദൈവമക്കളെ, വരണം. അവിടെ വന്ന ബാധകൾ മാറും. ബാധ എന്നാന്നൊക്കെ ഞാനൊരു 2 ആഴ്ച മുമ്പ് പ്രസംഗിച്ചായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അതങ്ങ് വിടുക. ആമേൻ. എന്തൊക്കെയാണ് ദൈവജനത്തെ പിന്തുടരുന്ന ബാധകൾ എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ബാധകൾ മാറണം. രണ്ടാമത്, ആരാധനകൾ ഉണ്ടാകണം. ഇനി മൂന്നാമത്തെ നോക്കാം. ന്യായാധിപന്മാർ 6:37 നോക്കിക്കേ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കളത്തിൽ അടുത്തുമായിട്ട് എന്താ നടക്കുന്നതെന്ന് നോക്കണ്ടേ? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 30. അതെ, നിവർത്തിടുന്നു. ഞാൻ രോമമുള്ള ഒരാട്ടിൻ തോൽ പറഞ്ഞ അടുത്തെവിടാ? എവിടെ ഇടുന്നു? കളത്തില്. നമ്മളിപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്ന കളത്തെ കുറിച്ചാ. ആമേ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിവിടെ ഒരു തോല് നിവർത്തിയിടും. എവിടെ? കളത്തില്. തോലിന്റെ പുറത്ത് മഞ്ഞ് വീഴുകയും ചുറ്റുപാടും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ ഇതെനിക്കുള്ള ദൈവത്തിന്റെ അടയാളമാണെന്ന് ഞാൻ തിരിച്ചറിയും. ഇതാണ് സംഭവം. അപ്പൊ കളത്തിൽ എന്ത് നടക്കും? അടയാളങ്ങൾ നടക്കും. കളത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് അടയാളങ്ങൾ തരും, സൈനുകൾ തരും. കോട്ടയത്തിന് പോകുമ്പോൾ ഒത്തിരി സൈൻ ബോർഡ് ഇരിപ്പില്ലേ?
നമുക്ക് വഴി അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അറിയാൻ മേലാതെ വരുന്നവര്, അവർക്ക് ആ ബോർഡുകൾ ഒത്തിരി ഉപകാരമല്ലേ? അല്ലേ? നമുക്ക് വല്ല പ്രയോജനമുള്ള സാധനമാണോ അത്? അല്ല. പക്ഷെ നിങ്ങളൊന്ന് കോഴിക്കോട് വരെ പോയി നോക്കണം, അപ്പോഴാണ് ഈ സാധനം നമുക്ക് പ്രയോജനപ്പെടത്തുള്ളൂ. ദൈവം നിങ്ങൾക്ക് അടയാളങ്ങൾ തരും. എന്തിനാ അടയാളങ്ങൾ? മുൻപോട്ട് നീങ്ങാൻ. സ്തോത്രം. മുമ്പോട്ട് നീങ്ങണമെങ്കിൽ അടയാളങ്ങൾ വേണം. കളത്തിൽ വന്നാൽ ദൈവം അടയാളങ്ങൾ തരും. ആമേൻ. സ്ട്രക്കായി പോകത്തില്ലെന്ന്, വഴിതെറ്റി പോകത്തില്ലെന്ന്, ഒത്തിരി കിടന്ന് കറങ്ങേണ്ടി വരത്തില്ലെന്ന്, കൃത്യമായ വഴി ദൈവം കാണിച്ചു വരും. കളത്തി വരണം. സ്തോത്രം. ഇനി കളത്തി വന്ന് എന്നാ സംഭവിക്കണേ നോക്കാം. മത്തായി സുവിശേഷത്തിൽ വന്നേ, 3-ാം അധ്യായത്തിൽ വന്നേ, 12-ാമത്തെ വാക്യത്തിൽ വന്നേ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. മതി. അവൻ കളത്തെ, കളമാണ് നമ്മുടെ വിഷയം. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ആമേൻ. കളത്തിന്റെ അടുത്ത പ്രത്യേകത, കതിരും പതിരും വേർതിരിയുന്ന സ്ഥലമാണ് കളം. നമ്മൾ ആരാമ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു കൂട്ടത്തിനകത്ത് ഇരുന്ന പറ്റത്തില്ല. നമ്മൾ ആരാമ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലണം. ലേഖനത്തിലെ ഒരു പഠിപ്പിക്കലുണ്ട്, ദൈവവചനം എന്ന കണ്ണാടിയിലേക്ക് നമ്മൾ ചെന്ന് നോക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ ആരാന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാൻ സഭയോട് പറഞ്ഞിട്ടുണ്ട്, കൂടെ നിൽക്കുന്ന ഒരാളേക്കാൾ നമ്മൾ ബെറ്റർ ആയിരിക്കാം. കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ആളേക്കാൾ നമ്മൾ കുറച്ചുകൂടെ നല്ലതായിരിക്കാം. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് അർത്ഥമില്ല. അതുകൊണ്ട് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എന്ന അർത്ഥമില്ല. എൻ്റെ ഇടതിരിക്കുന്ന ആളേക്കാൾ ഞാൻ സ്തോത്രം പറയുന്നുണ്ടാകാം, എൻ്റെ വലതിരിക്കുന്ന ആളേക്കാൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, എൻ്റെ മുൻപിലിരിക്കുന്ന ആളേക്കാൾ ഞാൻ ആരാധിക്കുന്നയാളാകാം, എൻ്റെ പിന്നിലിരിക്കുന്നയാളേക്കാൾ എനിക്ക് ബൈബിൾ അറിയാമായിരിക്കാം. സ്തോത്രം. പക്ഷെ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടെയുള്ളവരെക്കാൾ കുറച്ചുകൂടെ മെച്ചമായ ഒരാത്മീകനായിരിക്കണമെന്നല്ല, മറിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുന്ന ഒരാത്മീകനായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ ആരാധിച്ചെന്ന് കരുതിയോ, മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ പാടിയെന്ന് കരുതിയോ, മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചെന്ന് കരുതിയോ, മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ പ്രസംഗിച്ചു എന്ന് കരുതിയോ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല. ആമേൻ. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിൽ വന്നു. ഒരാളുടെ പേര് പരീശൻ, ഒരാളുടെ പേര് ചുങ്കക്കാരൻ. സ്തോത്രം. അവരുടെ പേരല്ല എഴുതിയേക്കുന്നത്, അവരുടെ സ്വഭാവം എഴുതിയേക്കുന്നത്. ഒരാള് പരീശൻ, ഒരാള് ചുങ്കക്കാരൻ. പരീശന് വന്ന വഴി പ്രാർത്ഥന തുടങ്ങി. ഏട്ടം വലം നോക്കാതെ പ്രാർത്ഥന തുടങ്ങി. അടുത്തിരിക്കുന്ന ആരാന്ന് പോലും അറിയാത്ത പ്രാർത്ഥന അല്ലേ? നമ്മുടെ സഭയിലെ കണ്ടിട്ടില്ലേ? അങ്ങോട്ട് വരുന്നു, ആ ഡോർ തുറക്കുമ്പോഴേ കണ്ണടയ്ക്കും, പിന്നെ തപ്പിയാ വരുന്നത്. കാരണം വേറെ ആരെ കാണാൻ നമുക്ക് താല്പര്യമില്ല. ഇതാ നമ്മുടെ പ്രശ്നം. ഞാനും എൻ്റെ കർത്താവും അല്ലാതെ ഇനി ആരും ഉണ്ടാകരുത് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ തപ്പി വരുന്നത് അല്ലേ? പരീശൻ നേരെ പള്ളിക്കകത്ത് കയറി വന്ന വഴി ഇങ്ങനെ ഇരുന്നു, സ്തോത്രം 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 സ്തോത്രം. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചുങ്കക്കാരനിരിക്കുക. ആമേൻ. ചില അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി ഇരുന്ന് വെച്ച് പ്രാർത്ഥന തുടങ്ങി. കർത്താവ്, ഇവനെ പോലെ അല്ലല്ലോ ഞാൻ ആരാ പുള്ളി? ഞാനൊരു പള്ളി പണിയിച്ചു, ഞാൻ എല്ലാത്തിനും ദശാംശം കൊടുത്തു, ഞാൻ എല്ലാത്തിനും പതാരം കൊടുത്തു, ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അയ്യോ, ഇവരെ പോലെ ഞാൻ ആ വാക്ക് പറയുന്നില്ല, അല്ലല്ലോ ഞാൻ. ഇത്രയും പറഞ്ഞു. അങ്ങേര് പോയി. കർത്താവ് പറഞ്ഞു, ഒന്നും ലഭിച്ചില്ല, അവനൊന്നും ലഭിച്ചില്ല. കൂടെ ഇരിക്കുന്നവനേക്കാൾ മെച്ചമാണെന്ന് പെർഫോം ചെയ്യേണ്ട സ്ഥലമല്ല ദൈവസന്നിധി.
ആമേൻ. ഇവനേക്കാൾ കുറച്ചുകൂടെ ഞാൻ നല്ലതാന്ന് കരുതി. സ്കൂളിലൊക്കെ അങ്ങനെയില്ലേ? നന്നായി പഠിക്കുന്ന പിള്ളേരെ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇല്ലേ? നന്നായി പാടുന്ന പിള്ളേരെ ടീച്ചർക്ക് വലിയ ഇഷ്ടമാണ്, അല്ലേ? പിന്നെ അവർ മിണ്ടുന്നു, വർത്താനം പറയുന്നു, പഠിപ്പിക്കുന്ന മൊത്തം ആ കൊച്ചിന്റെ മുഖത്ത് നോക്കിയായിരിക്കും. ബാക്കിയുള്ളൊരു വെറുതെ കഞ്ഞിയും പയറും തിന്നാൻ പോയിരിക്കുന്നു, അല്ലേ? ടീച്ചർ നോക്കുന്ന ആ കൊച്ചിനാണ്, ടീച്ചർ സംസാരിക്കുന്ന ആ കൊച്ചിനോടാണ് ടീച്ചർ ഇടപെടുന്നത്. മോള് പറഞ്ഞാട്ടെ, അല്ലേ? ഇന്ത്യയുടെ തലസ്ഥാനം ആ കൊച്ചു പറഞ്ഞാട്ടെ. ആ കൊച്ച മൊത്തം ഉത്തരം പറയുന്നതും ആ കൊച്ചു മൊത്തം പഠിക്കുന്നതും ആ കൊച്ചു മാത്രമേ ഉള്ളൂ അവിടെ. സ്തോത്രം. അത് സ്കൂളിലെ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യർ. പക്ഷെ ദൈവം അതല്ല. ദൈവം അങ്ങനല്ല വിലയിരുത്തുന്നത്. ആമേൻ. ആ ചുങ്കക്കാരനെ പറ്റി ബൈബിൾ പറയുന്നു, അവൻ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി പറഞ്ഞു, കർത്താവേ, പാപിയായ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ തെറ്റെന്നാന്നും എൻ്റെ പാപം എന്നാന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് പ്രായശ്ചിത്തം എന്തോ ചെയ്യണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നോട് ക്ഷമിക്കണമേ. അതിനടിയിൽ കർത്താവ് എഴുതി വെച്ചു, അവൻ ഉത്തരം ലഭിക്കപ്പെട്ടവനായി മടങ്ങി. ഇനി നിങ്ങൾ പറയൂ, രണ്ടുപേരും പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. രണ്ടുപേരുടെ പ്രാർത്ഥനയും നമ്മൾ കേട്ടില്ലേ? കേട്ടു. നമുക്ക് ആരുടെ പ്രാർത്ഥന ആർക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെടുക? പരീശന്റെ ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം അദ്ദേഹം കൊള്ളാം. പ്രാർത്ഥനയും മാത്രമല്ല, പുറത്തും അദ്ദേഹം നല്ലൊരു ഒരു എന്താ പറഞ്ഞ ഒരു നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ്. അമ്മത്ത് പരീക്ഷന്മാരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവരാ. നമുക്കത് ഇഷ്ടപ്പെടും. എന്നാൽ വേറെ ഒരുത്തൻ കരഞ്ഞ് മൂക്കും പിഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്നാ പറയണേ? ഓ, യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലെന്ന് പറയും, അല്ലേ? രണ്ടുപോലെ കണ്ണീരെങ്ങും വന്നു പോയി തീർന്നു കൂട്ടിയാണ്. വേറെ ഒരുത്തൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും നിന്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനും ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ചവനും. അപ്പൊ നമുക്കും തന്നെ ഒരു സന്തോഷം. പ്രാർത്ഥിക്കേണ്ടെന്നല്ല കേട്ടോ. സ്തോത്രം. കേൾക്കുക. ആമേൻ. നമ്മുടെ ദൈവം നമ്മെ നന്നായി അറിയുന്നു. മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ മെച്ചമായ ഒരു പെർഫോമൻസിന് വേണ്ടി ആകരുത് നിങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നത്. ആമേൻ. അവരാരെന്നുള്ളത് പോലും നിങ്ങളുടെ കൺസേൺ അല്ല. അവരെന്തെന്നുള്ളത് പോലും നിങ്ങളുടെ കൺസേൺ അല്ല. ആമേൻ. ആമേൻ. ഒരു മനുഷ്യർക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയും തുറന്നു വരാൻ കഴിയില്ല. ഒരു മനുഷ്യർക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യർക്കും നിങ്ങളെ സമാധാനിപ്പിക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യർക്കും നിങ്ങളെ ഉയർത്താൻ സാധ്യമല്ല. ഒരു മനുഷ്യർക്കും നിങ്ങളുടെ ആകുലതകളെ മനസ്സിലാക്കുക സാധ്യമല്ല. ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ താണു വീണു ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും സാധ്യമായാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മോട് മനസ്സലിയും. ഇല്ലെങ്കിൽ വെറുതെ ആവും. രണ്ടുപേരും പള്ളി വന്നവരാണ്. ഒരാള് വിടിവിക്കപ്പെട്ടടിച്ചു പോയി, ഒരാള് വിടിവിക്കപ്പെടാതെയും പോയി. അമ്മേ, നമ്മൾ സ്വയം ഓർത്തോണം, ഞാൻ ഇന്ന് സഹയോഗത്തിൽ വന്നേച്ച് വിടിവിക്കപ്പെട്ടിട്ടാണോ പോകുന്നത്, അതോ വീണ്ടും ബന്ധിക്കപ്പെട്ടിട്ടാണോ പോകുന്നത്? അമ്മേ, കളത്തിൽ വന്നാൽ നമ്മൾ ആരാമ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. കതിരും പതിരും വേർതിരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം വേർതിരിക്കപ്പെടുന്ന സ്ഥലം ദൈവസന്നിധിയാണ്. ഇതൊന്നും തിരിക്കാനോ തിരിച്ചു മാറ്റാനോ ഒന്നും ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. ആമേൻ. ഇതിനൊരു പേരുണ്ടല്ലോ, കൂരയോ, ഈ പതിരിന് പറയുന്നൊരു പേരുണ്ടല്ലോ. നിങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടി താമസിക്കുന്നവരായതുകൊണ്ടോ എന്ന് അറിയത്തില്ല. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ താഴെയാണല്ലോ നമ്മൾ താമസിക്കുന്നത്. ഈ വയലിലിങ്ങനെ ഈ നെല്ലിനേക്കാളൊക്കെ പൊക്കത്തി വളരുന്നൊരു സാധനമില്ലേ, അതല്ലേ ഈ അതിനൊരു പേരില്ലേ? തവടയോ എന്തേലും ആട്ടെ. സ്തോത്രം. ഞങ്ങളവിടെ അതിന് കൂരാന്നോ അങ്ങനെ അങ്ങോട്ട് ഒരു വാക്ക് പറയും. ഓക്കെ, അത് വിട്. സ്തോത്രം. അതും പറയും. ശരി, മതി. ഇനി വേറെ ഒന്നും പറയണ്ട, അത് മതി.
സംഭവം മനസ്സിലായല്ലോ? ശരി. ഇത് ഇടയ്ക്ക് പറിക്കാനൊന്നും ദൈവം നമുക്ക് അനുവാദമൊന്നും തന്നിട്ടില്ല. നമ്മൾ അതുകൊണ്ടത് പറിക്കാനിട്ട് പോവുകയും വേണ്ട. സ്തോത്രം. അതെല്ലാം വേർതിരിയുന്ന ഒരു ദിവസമുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, വീശുമുറം കയ്യിലുള്ള ഒരുവനുണ്ട്, അവൻ വരും, കളത്തെ മുറ്റും വെടിപ്പാക്കും, പതിരും കതിരും വേർതിരിക്കും. ഇത് നടക്കണമെങ്കിൽ എവിടെ വരണമെന്നറിയാമോ? കളത്തിൽ വരണം. ആമേൻ, ആമേൻ. അപ്പൊ കളത്തിൽ വന്നാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പെട്ടെന്ന് പറഞ്ഞ് പോയിന്റ് വെച്ചാ പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗത്തിനൊക്കെ എന്നാ വിലയുള്ള സാധനമാണെന്നറിയാമോ? ആമേ. ഇത്രയും തണുപ്പത്തിരുന്ന് ഇതിന് മാത്രം വെള്ളം കുടിക്കണേ എന്തിനാ? സ്തോത്രം. ഇതിന് മാത്രം എന്നെ എനിക്ക് അറിയത്തില്ല, എന്നാ വിഷയം? സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയേ. ആമേ. എത്ര പോയിന്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറയാം. ഒന്ന്, ബാധ മാറും, ആരാധന ഉണ്ടാകും, അടയാളം ഉണ്ടാകും, കതിരും പതിരും വേർതിരിയും. കളത്തിൽ വന്നാൽ. കളത്തിൽ ആരുണ്ട്? വീണെടുപ്പുകാരനുണ്ട്. വരുന്ന ഞായറാഴ്ച മൈക്ക് തരും. ഈ പ്രസംഗം വിടുമ്പോൾ നിങ്ങൾ ഒരാൾ ഇങ്ങോട്ട് പ്രസംഗിക്കണം. ഇതുപോലെ പഠിപ്പിക്കുന്ന വേറൊരു പാസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെച്ചലക്കി അങ്ങ് പോയാ പോരെ. സ്തോത്രം. ഇതകത്ത് കിടക്കണ, അവിടെ കിടക്കണ ഈ സാധനം. അതിനുവേണ്ടി ഇങ്ങനെ പറഞ്ഞു തരുന്നു കേട്ടോ. ശരി, ശരി. ഇനി നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് ഒന്ന് വന്നേ. നമ്മൾ വായിച്ച വാക്യം അതാണ് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കാൻ പോകുന്ന വാക്യം. വാക്യത്തിലോട്ട് വന്നേ. 19-ാമത്തെ വാക്യം വായിച്ചേ. ഇപ്പൊ നമ്മൾ വിത്ത് എവിടെയാ പോയി കിടക്കണ? കളത്തിലാണല്ലേ. കളത്തിൽ ആരുണ്ട്? വീണ്ടെടുപ്പുകാരനുണ്ട്. കളത്തിൽ പിന്നെ എന്തെല്ലാം ഉണ്ട്? ബാധമാറും, ആരാധനയുണ്ട്, അടയാളമുണ്ട്, കതിരും പതിരും വേർതിരിയും. അപ്പൊ കളം ഒരു ഗംഭീര സ്ഥലമാണ് അല്ലേ. അങ്ങനെ കളത്തില് വിത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ദൈവത്തിന്റെ അടുത്ത ശബ്ദം വിത്തിനോട്, ആഹാ, നീ എന്നും ഇങ്ങനെ ഇരിക്കാനാന്നോ നീ വിചാരിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇരുന്ന് പോയാ പിന്നെ എഴുന്നേക്കൂല, എഴുന്നേറ്റ് പോയാ പിന്നെ ഇരിക്കൂല അല്ലേ. സ്തോത്രം. പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. നീ കളത്തിൽ ഇനി എന്നും ഇങ്ങനെ തുടരാമെന്നാണോ വിചാരിക്കുന്നത്? ആമേൻ. കാരണം അവിടെ വീണ്ടെടുപ്പുകാരനുണ്ട്, അവിടെ നല്ല ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ്. അതൊരു സുരക്ഷിതമായ മേഖലയാണ്. കർത്താവ് ഉള്ളവിടെ ഏറ്റവും സുരക്ഷിതമായത് അല്ലേ? അതെ. അതോ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണോ? കർത്താവുള്ള സ്ഥലമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. ആമേൻ. ഇത് കളത്തിൽ കർത്താവുണ്ട്. അത് ഏറ്റവും സേഫായ ഒരിടമാണ്. ആ സേഫായ ഇടത്ത് വിത്ത് ഇങ്ങനെ കാലങ്ങൾ കഴിക്കുമ്പോൾ പ്രവാചകനിലൂടെ വിത്തിനോട് വീണ്ടും ദൈവം ഇടപെടുകയാണ്. നീ ഇനിയും കളപ്പുരയിൽ തന്നെ ഇരിക്കാമെന്നാണോ കരുതുന്നത്? കളത്തിൽ നീ ഇരിക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. എൻ്റെ അടുത്ത പദ്ധതിക്കായി നിന്നെ ഞാൻ ഒരുക്കാൻ പോകുകയാണ്. നീ വയലിലായിരുന്നു. നീ അരിഞ്ഞെടുക്കപ്പെടണമെന്നുള്ളത് എൻ്റെ ഹിതമായിരുന്നു. അവിടെ നിന്ന് നീ അരിഞ്ഞെടുക്കപ്പെട്ടു. പലരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് എന്നോടുള്ള ബന്ധത്തിൽ അതൊരു ദൃഢമാവുന്നില്ല. നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു. നിന്നെ ഞാൻ അരിഞ്ഞെടുത്തു കളത്തിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് നിന്റെ ബാധകളെ ഞാൻ മാറ്റി. നിനക്ക് ഞാൻ അടയാളങ്ങൾ തന്നു. നിന്നെ ഞാൻ ശുദ്ധീകരിച്ചു. നിന്നെ ഞാൻ ഒരു ആരാധകനാക്കി മാറ്റി. ഇതെല്ലാം കളത്തിൽ വെച്ച് നടന്നതാണ്. ഇനി വീണ്ടും അവിടെ തന്നെ ഇരിക്കാം എന്നാണോ നീ കരുതുന്നത്? നിന്നെ ഞാൻ അവിടെ നിന്നും ഇളക്കും, അവിടെ നിന്നും മാറ്റും. സഭയോട് വീണ്ടും ദൈവാത്മാവ് പറയുന്നു, ആമേ, ദൈവം നിങ്ങളെ പുറപ്പെടുവിക്കും. ഗ്ലോറി. കോഴി അടവച്ചിട്ടുണ്ടോ? കോഴി അടവച്ചിട്ടുണ്ടോ?
എത്ര ദിവസം കഴിയുമ്പോഴാണ് കോഴിമുട്ട വിരിയുന്നത്? കോട്ടയത്ത് 21 29 ദിവസം കഴിയുമ്പോഴാണ് കോഴിമുട്ട വിരിയുക. എങ്ങനെയാ കോഴി അടവയ്ക്കുന്നത്? പറ. അതിൻ്റെ ഒരു അരങ്ങുണ്ടെന്ന്, അരങ്ങ് പറയാൻ. ഞങ്ങൾ അടയൊന്നും വെക്കാം, ഞങ്ങൾ ബ്രോയിലറാ. ആയിക്കോട്ടെ. ഒരു ചൂരക്കോട്ട എടുക്കും. നാട്ടിൽ വെക്കുന്ന രീതി അങ്ങ് പറയാം. ഒരു ചൂരക്കോട്ട എടുക്കും. അമ്മയാണ് അട വയ്ക്കുന്നത്. അപ്പൻ അതിനകത്ത് വേറൊരു ടെക്നിക്കുണ്ട്. അത് അപ്പൻ്റെ ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അമ്മയാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാര. ഒരു ചൂരക്കോട്ട എടുക്കും, കുറച്ച് കച്ചി അങ്ങോട്ട് വയ്ക്കും. അതിനടിയിലോട്ട് ഒരു ഇരുമ്പിൻ്റെ പിച്ചാത്തി വയ്ക്കും. എന്തിനാന്ന് ചോദിക്കുക. ആരാണ്ട് പറഞ്ഞു പിശാചിന് ഇരുമ്പ് പേടിയാണ്. മുട്ട പിശാച് കൊണ്ടുപോയിരിക്കാനുള്ള പണിയാണ്. അടിയിലോട്ട് ഒരു ഇരുമ്പ് അങ്ങോട്ട് വെച്ചു, ഒരു തുരുമ്പിച്ച പിച്ചാത്തിയോ ഒരു ചെറിയ കമ്പി കഷ്ണം എന്തെങ്കിലും അടിയിലോട്ട് വയ്ക്കും. എന്നിട്ട് എല്ലാ മുട്ടയിലും കരി കൊണ്ട് കുരിശിടും. ചോദിക്കുക എന്തിനാന്ന് ചോദിക്കുക. കുരിശും പിശാചിന് പേടിയാ. ആമേ. അപ്പോൾ ഒരു 10 മുട്ട അങ്ങോട്ട് വെച്ചു. അതിൻ്റെ മുകളിലോട്ട് ഈ അമ്മക്കോഴിനെ പിടിച്ചങ്ങ് വെച്ചു. മൂടി അവിടെ വയ്ക്കും. 1, 2, 3, 4, 5, 6 ദിവസമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് അഴിച്ചു വിടും. വീണ്ടും തിരിച്ച് കയറും. പിന്നെ അവിടെ അങ്ങ് ഇരുന്നോളും, ശീലമായിക്കോളും. അങ്ങനെ ഒരു 21 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും കിയോ എന്നും പറഞ്ഞുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വരും. എന്നാ രസമാണെന്നറിയാം അതിനെ കാണാൻ. സ്തോത്രം അല്ലേ? നല്ല രസം തന്നെ കാണാം. പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് നോക്കണം കേട്ടോ, യാതൊരു ഭംഗിയും കാണുക. ശരിയല്ലേ? ആ തൂവലൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാലേ പിന്നെ ഭംഗിയാവത്തുള്ളൂ. പിന്നെ തന്നെ പിന്നാൻ മുടങ്ങിയാലാണ് പിന്നെ ഭംഗി വരത്തുള്ളൂ. ഒക്കെ ഓരോ ദൂതാ. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഒക്കെ ദൂതാ. ശരി കേട്ടെ. അപ്പോൾ ഇതിങ്ങനെ 21 ദിവസം കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇറങ്ങി അമ്മക്കോഴി അതിനൊക്കെ ചകഞ്ഞിട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾ പുറകെ കടന്ന് കൊത്തി തിന്നും. അങ്ങനെ വളർന്നൊരു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയറിയാം, അമ്മക്കോഴി അതിങ്ങോട്ട് കൊത്താൻ തുടങ്ങും. പിരിക്കുക എന്നാ പറയുക അല്ലേ? കൊത്തി പിരിക്കുക എന്നൊക്കെയാണ് അവിടെ പറഞ്ഞ്. ഇവിടെ ഇനി ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ളവരായതുകൊണ്ട് ഏതോ വാക്കുന്നത് കൊത്തി അടുക്കലിട്ട് അടുക്കാൻ സമ്മതിക്കുകയല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ഈ അമ്മയുടെ കൂടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കാനാണ്. എന്നുവെച്ചാൽ വലിയ അധ്വാനമൊന്നുമില്ലല്ലോ. അമ്മ ചകഞ്ഞോളും. ചകഞ്ഞ് മറിച്ചിടുമ്പോൾ പുറകെ നിന്ന് എന്ന് വെച്ചാൽ കൊത്തി തിന്നുക. പിന്നെ വേണമെങ്കിൽ 2 കിയോയും വെക്കുക. ഇതൊക്കെ ദൂതാ. നിങ്ങൾക്കത് മനസ്സിലാവും, എനിക്കറിയാം. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, അധ്വാനിക്കേണ്ട, ഒരു പ്രയാസവും ഇല്ല. കൂടെ ചിലപ്പോൾ ഈ അമ്മ തൊഴിക്കുമ്പോൾ നോക്കി മുതിരി ചിലപ്പോൾ അമ്മ കുഞ്ഞിനെ ഉൾപ്പെടെ തൊഴിച്ചു കളയും. എന്നാലും സാരമില്ല, തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നാണല്ലോ. അതുകൊണ്ട് അതും അങ്ങനെ അങ്ങ് പൊക്കോളൂ. ആ പഴഞ്ചൊല്ലൊക്കെ ഇപ്പോൾ തിരിച്ചിട്ടെന്നാ പറയുന്നത്. പിള്ള ചവിട്ടിയാലും തള്ളയ്ക്ക് കുഴപ്പമില്ലെന്നായിരിക്കും. ശരി. അപ്പോൾ ഇങ്ങനെ ഇതിനെ വളർത്തിക്കൊണ്ട് പോകുമ്പോഴേ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ അമ്മക്കോഴി ഇതിനെല്ലാം കോത്തി ഓടിക്കും. എന്തിനാണെന്നറിയാമോ? ഈ കുഞ്ഞിന് എപ്പോഴും ഇങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള അമ്മയുടെ സ്വപ്നം അതല്ല. അത് മറ്റു കാര്യങ്ങളിലേക്കായിട്ട് അത് വരണമെന്നുള്ളതാണ് അതിൻ്റെ അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് ഇനി ഈ കൂട്ടത്തിൽ നിന്ന് ഇത് മാറിയേ പറ്റൂ. അതിനാ കൊത്തി മാറ്റുന്നത്. സ്തോത്രം. സുഖമുള്ളത് ഇങ്ങനെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. ആമേൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്കകത്തിരുന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ സുവിശേഷ വേല ചെയ്യാൻ പ്രയാസമാണ്. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പൈസ മുടക്കുന്നത് എളുപ്പമാണ്. പക്ഷെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വന്ന് സംബന്ധിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ എന്നെ ഒരു മടുത്തു പോയതുപോലെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജോബിന്ദൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വർഷിപ്പിന് ശേഷം നമ്മൾ ഈ ഒരു സമർപ്പണഗാനം പാടുമല്ലോ. വർഷിപ്പിന് ശേഷം നമ്മളൊരു പാട്ട് പാടുമല്ലോ. പിന്നെ ആരാധന എന്ന പാട്ട് പാടി അല്ലേ? ആദ്യം എൻ്റെ ദൈവം മഹത്വത്തിൽ പാടി. അത് നമ്മളെല്ലാവരും ചേർന്ന് പാടും.
കാരണം എന്താ അറിയാമോ, അതിന് നമ്മുടെ ഞരമ്പിനധികം സ്ട്രെയിൻ ഇല്ല. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം. നമ്മൾ പിന്നെ പാടി ആരാധന ആരാധന. ഇതിനിടയ്ക്ക് വേറൊരു പാട്ട് പാടി, വാഴ്ത്തിയിടുമേ. ഈ പാട്ട് നമ്മൾ അധികം പേരും പാടൂല. പാടാത്ത എന്നാന്നറിയാമോ, ഇത് കുറച്ച് സ്ട്രെയിൻ ഉള്ള സംഭവമാണ്. ഈ നമ്മളിങ്ങനെ കൈമലർത്തി വെച്ച് ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ, നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പക്ഷെ അതങ്ങ് മാറ്റി വെച്ച് വാഴ്ത്തിയിടുമേ വാഴ്ത്തിയിടുമേ, ഇത് കളി മാറും. ഞാൻ പറഞ്ഞ ആശയം നമുക്ക് മനസ്സിലാകുന്നോ? അമ്മേ, ഇതിന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ എപ്പോഴും സുഖിമാന്മാരാണ്. നമ്മൾ പറയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അത് എളുപ്പമാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പണം കൊടുക്കും, അത് എളുപ്പമാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പണം കൊടുക്കും, എളുപ്പമാണ്. ആമേൻ ആമേൻ. ഞാൻ ഈ ചർച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, 1000 രൂപ കൊടുത്ത് ആളെ ഏൽപ്പിച്ചപ്പോൾ 1000 രൂപ ഞാനെങ്ങ് വന്നേക്കാം. 1000 രൂപ എനിക്കറിയാൻ പറ്റി, അത് എളുപ്പമാണെന്ന്. 1000 രൂപ കൊടുത്ത ഒരാളെ നിർത്താൻ എളുപ്പമാണ്, പക്ഷെ ഇത് തൂത്തുവാരാൻ വലിയ പാടാണ്. സ്തോത്രം. കുറച്ച് പേർക്ക് അതിനകത്ത് വല്ലാത്ത എന്നാ പറഞ്ഞ ഒരു വൈഷമ്യം വന്നത് കൊണ്ടാണ് ഞാൻ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തത്. സ്വയം സമർപ്പിച്ച് ചെയ്യുന്നവരിവിടെ ഉണ്ട്, അതിൻ്റെ അനുഗ്രഹം അവർക്കിരിക്കട്ടെ. ഞാൻ ലിസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് അതിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചർച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ വരാന്ത ഒന്ന് തൂക്കുക, ചെടിക്ക് ചില വെള്ളം ഒഴിക്കുക, അതൊക്കെ എനിക്കറിയാം. വീട്ടിൽ ചെന്നിട്ട് പോത്തിറച്ചി തിന്നാനാ കൊളസ്ട്രോൾ നമ്മൾ ചാവുള്ളൂ. എനിക്കറിയാം, സംഗതി എനിക്കറിയാം. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ചില പാത്രം ചിലപ്പോൾ കഴുകി വയ്ക്കാൻ കാണും, ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഇച്ചി പരിപാടിയാണ്. കാരണം നമ്മളെല്ലാം കളരിക്കലി ആയതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതങ്ങ് വേണ്ടെന്ന് വെച്ചു, ആ പരിപാടി അങ്ങ് വേണ്ടെന്ന് വെച്ചു. അത് സ്വയം ചെയ്യുന്നവരുണ്ട്, പറയാതെ തന്നെ ഏറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കായി സ്തോത്രം. അതിൻ്റെ എല്ലാ അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ. സ്തോത്രം സ്തോത്രം. സുരക്ഷിതത്വത്തിൻ്റെ മേഖലകളിൽ നിന്ന് സഭ പുറത്തു വരിക. ഞാൻ വീണ്ടും പറയുന്നു, ആമേൻ. പണം കൊടുക്കുക എന്നുള്ളതല്ല വിഷയം, ഉപവസിക്കുക എന്നുള്ളതാ വിഷയം. ആമേൻ പറ. ആമേൻ ആമേൻ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷെ പ്രാർത്ഥന ഒരു എക്സ്ക്യൂസായി മാറരുത്, അതൊരു രക്ഷയായി മാറരുത്. ആമേൻ. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ പറയുന്ന മറുപടി, നമ്മൾ പറയുന്ന മറുപടി, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കണം, തീർച്ചയായും പ്രാർത്ഥിക്കണം, പക്ഷെ അതൊരു എക്സ്ക്യൂസായി മാറരുത്. സ്തോത്രം സ്തോത്രം. നിങ്ങൾ എന്തുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്തത്? മറുപടി, ഞങ്ങൾ പൈസ തന്നായിരുന്നല്ലോ. എക്സ്ക്യൂസ് ആകരുത്. ആമേൻ ആമേൻ. നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഞായറാഴ്ചത്തെ പാട്ടിനകത്ത് മാത്രം പ്രസാദിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ഞായറാഴ്ച പറഞ്ഞ് അന്യഭാഷയുടെ നീളം മാത്രം കണക്കാക്കി വെച്ച കുടുംബത്തിനകത്ത് അനുഗ്രഹങ്ങൾ ദൈവം പകരുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. 24 മണിക്കൂറും 7 ദിവസവും ദൈവം നിങ്ങളെ പരിശോധിക്കും. ആ പരിശോധനയുടെ റിസൾട്ടിനകത്താണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചൊരിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ പ്രവാസത്തിന്റെ അകത്താണ്. യെരമ്യാവിലൂടെ ദൈവം അരുളി ചെയ്തു, 70 ആണ്ട് കഴിയുമ്പോൾ പ്രവാസം അവസാനിക്കും. 70 ആണ്ട് തികയാൻ പോകുകയാണ്. ജനത്തെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരണം. അതിന് ദൈവം കണ്ട മനുഷ്യന്റെ പേരാണ് സെരുബാബേൽ. ആമേൻ. സെരുബാബേൽ പ്രവാസത്തിന്റെ അകത്ത് ഒരു സുരക്ഷ
സുരക്ഷിതത്വത്തിന്റെ മേഖലയിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന ആശയത്തിൽ ഒരു കളത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ സഖരിയാവ് എന്ന മനുഷ്യന്റെ നേരെ നോക്കി പ്രവചിക്കാൻ ദൈവം ഒരു ദൈവ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഹഗ്ഗായി. ഹഗ്ഗായി എന്ന പ്രവാചകനിലൂടെ സഖരിയാവെന്ന ദൈവ മനുഷ്യനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങുകയാണ്. നീ ഇനിയും കളപ്പുരക്കകത്ത് ഒതുങ്ങിക്കൂടാം എന്നാണോ ചിന്തിക്കുന്നത്? 70 വർഷം കൊണ്ട് ഈ പ്രവാസം അവസാനിപ്പിക്കുമെന്ന് പ്രവചിച്ച ഒരു പ്രവചനം കേട്ടപ്പോണ്ട് ആ പ്രവചനത്തിന്റെ നിവൃത്തിയായി ഈ ജനത്തെ ഇവിടെ നിന്നും മടക്കിക്കൊണ്ടുപോകാൻ ഞാൻ കണ്ടത് നിന്നെയാണ്. ആ നീ ഒരു കളപ്പുരക്കകത്ത് ഒതുങ്ങുന്നുവോ? ആ നീ ഒരു സുരക്ഷിതത്വത്തിനകത്തിരിക്കുന്നുവോ? ആ നീ ഒരു നിയോഗമേറ്റെടുക്കാതിരിക്കുന്നുവോ? ആ നീ ദൈവത്തിന്റെ ദൗത്യം പ്രാപിക്കാതിരിക്കുന്നുവോ? ആമേൻ. 70 ആണ്ടുകൊണ്ട് അവസാനിക്കുന്ന പ്രവാസത്തിന്റെ ശേഷം ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുപോകുവാൻ അലയമണിയൊക്കെ അവിടെ കിടക്കുകയാണ്. മടക്കിക്കൊണ്ടുപോകുവാൻ ദൈവം കണ്ട മനുഷ്യന്റെ പേരാ സെരുബാബേൽ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈ പ്രവാസത്തിന്റെ അകത്ത് അങ്ങനെ ഒതുങ്ങിക്കൂടി പാട്ടും ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും സഭായോഗവും എല്ലാം കൂടെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോ ദൈവം അവനോട് ചോദിക്കുവാണ്, നിന്നെ ഞാൻ വിളിച്ച ഇതിനാണോ? നിന്നെ ഞാൻ കണ്ട ഇതിനാണോ? ഒരു ഞായറാഴ്ച വിശ്വാസിയായി കർമ്മേലിന്റെ രജിസ്റ്ററിൽ പേരുണ്ടാക്കാനാണോ നിന്നെ ഞാൻ വിളിച്ചത്? ശരാബരാധരാജരം ധേരെ കരാവശം ധേരെ രഥുരാരകരം ധരാദിയ ജഗത്തര ശതര. വലിയ ദൗത്യങ്ങളുള്ളവർ ദൈവസഭക്കകത്തുണ്ട്. വലിയ ദൈവിക പദ്ധതിക്കായി ദൈവം കണ്ടിട്ടുള്ളവർ ഈ സഭക്കകത്തുണ്ട്. ഒരു മനുഷ്യനോടും പറയാത്ത ദൈവത്തിന്റെ ദൂതുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടവർ ഈ കർമ്മേലിന്റെ അകത്തിരിപ്പുണ്ട്. അവരൊക്കെ ഇവിടെ ഒതുങ്ങിക്കൂടുമ്പോ, അവരൊക്കെ ഇവിടെ പതുങ്ങുമ്പോ അവരുടെ നേരെ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഇതിനാണോ നിന്നെ വിളിച്ചത്? വയലീമു നിന്നെ മാറ്റി കളത്തിക്കൊണ്ടുവന്നത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാനാണോ? രക്തം ജയം, രക്തം ജയം. ഒതുങ്ങിപ്പോയവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിങ്ങൾ പുറത്തു വരുന്ന പകലാണ്. സാഹചര്യം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ജീവിത സിറ്റുവേഷൻ കൊണ്ടോ എവിടൊക്കെയോ ഒതുങ്ങിപ്പോയവരോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യൂ. Oh Lord Jesus, ഇതുവരെ പറഞ്ഞത് പെട്ടെന്നൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. വിത്തെന്ന ദൈവരാജ്യത്തിന്റെ പുത്രന്മാരാണ്. ആരാണ് രാജ്യത്തിന്റെ പുത്രന്മാർ? നമ്മൾ ഓരോരുത്തരുമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളാണ്. സ്തോത്രം. നമ്മളെ കുറിച്ച് നമ്മളെന്ന വിത്തിന്റെ വിധയെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രമാണമുണ്ട്. ഒറ്റ കൃഷിയായിരിക്കണം, ഒറ്റ കൃഷിയായിരിക്കണം, പൂർണ്ണമായിട്ടും ഒറ്റ കൃഷിയായിരിക്കണം. സ്തോത്രം. അങ്ങനെ നമ്മൾ വിതയ്ക്കപ്പെടുകയാണ്. നമ്മൾ അവിടെ വളർന്നു, ഫലം കായ്ച്ചു. പലരിൽ ഒരാളായി നമ്മൾ വയലിൽ നിൽക്കുകയാണ്. പലരിൽ ഒരാളായി. ആമേൻ. ഭൃത്യന്മാരുണ്ട്, മേലാളന്മാരുണ്ട്, ബാല്യക്കാരുണ്ട്, ബാല്യക്കാരത്തികളുണ്ട്, ബോവസ് ഉണ്ട്. ഇങ്ങനെ പലരിൽ ഒരാളായി നമ്മൾ ഈ ലോകമാകുന്ന വയലിൽ നിൽക്കുകയാണ്. ആമേൻ. നമ്മൾ ദൈവം നമ്മളെ അവിടെ നിന്നും അരിഞ്ഞെടുത്തു, കളത്തിലേക്ക് നമ്മെ മാറ്റി. കളത്തിൽ വെച്ച് നമ്മുടെ ബാധകളെ മാറ്റി. കളത്തിൽ വെച്ച് അവൻ നമുക്ക് അടയാളങ്ങൾ തന്നു. കളത്തിൽ വെച്ച് അവൻ നമ്മെ ആരാധകനാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കകത്ത് അവൻ നമ്മെ കൊണ്ടുവന്നു.
ആരാധനയും പ്രാർത്ഥനയും മുഴുവനും അനുഗ്രഹങ്ങളും ദൈവ സാന്നിധ്യമൊക്കെ അനുഭവിച്ച് അങ്ങനെ സഭയ്ക്കകത്തിരിക്കുമ്പോ ഗ്ലോറി, അങ്ങനെ സഭയ്ക്കകത്തിരിക്കുമ്പോ നമ്മളോട് വീണ്ടും ദൈവം സംസാരിക്കുകയാണ്. ഇനി എത്ര കാലം കൂടെ നീ ഇങ്ങനെ ഇരിക്കും? ഇതിനാണോ നിന്നെ ഞാൻ വിളിച്ചത്? ആമേൻ. ഇതിനാണോ നിന്നെ ഞാൻ വിളിച്ചത്? ഇതിനാണോ നിന്നെ ഞാൻ വിളിച്ചത്? ഒരു ഞായറാഴ്ച 9:30 ആകുമ്പോൾ വരുന്നു. നമ്മളൊരു 12:30 വരെ കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ആരാഴ്ച പാസ്റ്റർ ഒരു പ്രസംഗമൊക്കെ കേട്ട് ടാറ്റാ ബൈബി പറയുന്നു. പിന്നെ പിറ്റേ ഞായറാഴ്ച നമ്മൾ 9:30 ആകുമ്പോൾ വരുന്നു. സ്തോത്രം. 12:30 വരെ നമ്മളിരിക്കുന്നു, കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, ടാറ്റ പറയുന്നു, പോകുന്നു. പിറ്റേ ഞായറാഴ്ച നമ്മൾ 9:30 ആകുമ്പോൾ വരുന്നു. സ്തോത്രം. ഇതിനാണോ ദൈവം വിളിച്ചേ? ഇതിനാണോ ദൈവം വിളിച്ചത്? ഞാൻ ഇന്നലെ ആനത്താനത്തെ മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ദൈവം സംസാരിച്ചൊരു കാര്യമുണ്ട്. ദൗത്യം മറന്നിട്ട് പല കാര്യങ്ങൾക്കകത്ത് നീ ഏർപ്പെട്ടാൽ ലോകം പറയും നീ മിടുക്കനാണ്. കാരണം പട്ടണത്തിൻ്റെ സകല കേസുകെട്ടുകളും പരിഹരിക്കാൻ കരുത്തുള്ളവനായി ലോത്ത് മാറി. പട്ടണത്തിലെ സകല തർക്ക വിഷയങ്ങളും തീർക്കാൻ കരുത്തുള്ളവനായി ലോത്ത് മാറി. പട്ടണക്കാരെല്ലാം പറഞ്ഞു ലോത്തെ നീ മിടുക്കനാന്ന് പറഞ്ഞു. കാരണം എന്നാ തർക്കം ഉണ്ടെങ്കിലും ലോത്തിൻ്റെ മുമ്പിൽ വന്ന പരിഹാരമുണ്ട്. മാത്രം മിടുക്കനായിരുന്നു. ഒരു നല്ല ന്യായാധിപനായി ലോത്ത് മാറി. സ്തോത്രം. പട്ടണക്കാരൊക്കെ പറഞ്ഞു നിന്നെ ദൈവം അവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. നീ മിടുക്കനാന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ ദൈവം അവനെ പറ്റി എഴുതിയത് അവൻ വലഞ്ഞുപോയെന്നാണ്. ദൗത്യം മറന്നിട്ട് മറ്റു പലതിലേക്കും പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാണ്. പക്ഷെ ദൈവം പറയും നീ വലഞ്ഞുപോയി, നീ വലഞ്ഞുപോയി. ആമേൻ. കളപ്പുരക്കകത്തൊതുങ്ങാനല്ല ദൈവം വിളിച്ചത്. പിന്നെ എന്തിനാ വിളിച്ചത്? സെരുബാബേലിനോട് ദൈവം പറയുവാണ്, ഇപ്പോൾ ഈ പ്രവാസത്തിൽ ഏറ്റവും സുഖകരമായി ജീവിക്കുന്ന വിരലിലെണ്ണാവുന്നവരിൽ ഒരാളാണ് സെഖര്യാവ്. ആ സെഖര്യാവിനോട് ദൈവം പറയുവാണ്, നിന്നെ ഞാനിവിടെ നിർത്തിയത് ഇങ്ങനെ അങ്ങ് പോകാനല്ല. ഈ ജനത്തെ തിരിച്ചു കൊണ്ടുപോകണം. ഈ ജനത്തെ അവരുടെ വാഗ്ദത്ത മണ്ണി തിരിച്ചു കൊണ്ടുപോകണം. ഈ ജനത്തെ അവരുടെ ആരാധനയിലേക്ക് മടക്കിക്കൊണ്ടുപോകണം. ഈ ജനത്തിന്റെ പ്രവാസം എന്ന ബന്ധനത്തെ നീ പൊട്ടിക്കണം. ആമേൻ. അതിന് ഞാൻ നിന്നെയാ കണ്ടേക്കുന്നേ, നിന്നെയാ കണ്ടേക്കുന്നേ. നീ എഴുന്നേക്കണം. ഹല്ലേലൂയ. എന്തൊക്കെയാ ദൈവം സംസാരിച്ചെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആ വാക്യം ഒന്നോടൊന്ന് വായിച്ചേ. 21 മുതൽ വായിച്ചേ. വിത്ത് ഇനിയും അതെ അതെ ഇല്ലയോ? അതെ. ഹഗ്ഗായിലൂടെ ദൈവം സെരുബാബേലിനോട് സംസാരിക്കാൻ പോവുകയാണ്. കളപ്പുരക്കകത്ത് സുരക്ഷിതമെന്ന് കരുതുന്ന ഇടത്ത് വലിയ അല്ലലില്ലാതെ അലച്ചിലില്ലാതെ പോകുന്ന സെഖര്യാവ് ദൈവ മനുഷ്യനോട് ഹഗ്ഗായി സംസാരിക്കാൻ പോകുകയാണ്. താഴേക്ക് വായിച്ചു. പറയണം, ഞാൻ നീ നിമിത്തം ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ആമേൻ. കളപ്പുരക്കകത്ത് സുരക്ഷിതത്വത്തിനകത്തിരിക്കുന്ന സെരുബാബേലേ, നീ എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ നീ നിമിത്തം ഞാൻ ചിലതിനെ ഇളക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം, സ്തോത്രം. ഒരു പ്രവാസത്തിനകത്തിരിക്കുന്ന ഒരു വലിയ ജനത്തോടല്ല ദൈവം സംസാരിക്കുന്നത്. അവരിൽ ഒരുവനോട് ദൈവം സംസാരിക്കുകയാണ്. നീ നിമിത്തം ഞാൻ ചിലതിനെ ഇളക്കും. സഭയെ നോക്കി ഞാൻ അങ്ങനെ തന്നെ പ്രവചിച്ചു പറയാം. നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ ഇളകാത്തതിനെ ഇളക്കാൻ കഴിയുന്ന ഒരു അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ മേൽ കൈമാറും. യേശുവിന്റെ നാമത്തിൽ. കളപ്പുരയുടെ സുരക്ഷിതത്വങ്ങളെ വിടുക. ഹല്ലേലൂയ. അവിടെ നിന്നും പുറത്തു വരിക, എഴുന്നേൽക്കുക. ദൈവം നിങ്ങളെ കൊണ്ട് ചെലവിനെ ഇളക്കും.
ആമേൻ. 10 പഞ്ചായത്തിൽ നിന്നുള്ളവർ ദൈവസഭയ്ക്കകത്തുണ്ട്. 10 പഞ്ചായത്തിൽ നിന്നുള്ളവർ ദൈവസഭ വരുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 10 പഞ്ചായത്തിൽ നിന്നുള്ളവർ ഈ ചർച്ചിലെ മെമ്പേഴ്സാണ്. സ്തോത്രം. നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾ നിമിത്തം പഞ്ചായത്തുകളെ ദൈവം ഇളക്കും. ആമേൻ, ആമേൻ. ഇതെല്ലാവർക്കും ഒന്നും കയറി പിടിക്കാൻ പറ്റുന്നൊരു ദൂതല്ല. സ്തോത്രം. കളപ്പുരയുടെ സുരക്ഷിതത്വത്തിനകത്ത് ഇതുവരെ പോയതുപോലെ ഇനിയും അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതിന്റെ ആഴം കിട്ടില്ല. പക്ഷെ എൻ്റെ മേലൊരു വിളിയുണ്ടെന്നും എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും അകത്ത് ബോധ്യമുള്ളവന്റെ അകം തുടിക്കും. അവർ ദൈവത്തെ സ്തുതിക്കും. അവർ ഈ നാളുകളിൽ എഴുന്നേൽക്കും. അവർ എഴുന്നേറ്റാൽ പഞ്ചായത്തുകൾ ഇളകും. യേശുവിന്റെ നാമത്തിൽ. നീ എഴുന്നേറ്റാൽ നീ നിമിത്തം ഞാൻ ചെലവിനെ ഇളക്കും. ഹല്ലേലൂയ. വീണ്ടും ആ വാക്യം വായിച്ചു. 1, ഞാൻ ചിലതിനെ ഇളക്കും. ഞാൻ ചിലതിനെ മറിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? സെരുബാബേൽ എന്ന മനുഷ്യൻ ഒരു കളപ്പുരക്കകത്ത് ഒതുങ്ങുമ്പോ ഹഗ്ഗായി എന്ന പ്രവാചകനിലൂടെ ദൈവം സെരുബാബേലിനോട് ദൂത് പറയുവാണ്. നിനക്ക് വേണമെങ്കിൽ ഈ സുരക്ഷിതത്വത്തിനകത്തിരിക്കാം. നിനക്ക് വേണമെങ്കിൽ ഒരു പതിവ് പെന്തക്കോസ്തുകാരനായി പോകാം. നിനക്ക് വേണമെങ്കിൽ ഈ ശീലങ്ങളിൽ തുടർന്നുകൊണ്ട് പോകാം. അതല്ല, നീ എഴുന്നേക്കാൻ തയ്യാറെങ്കിൽ, നീ എഴുന്നേക്കാൻ തയ്യാറെങ്കിൽ നിന്നിലൂടെ ഞാൻ ചെലവിനെ ഇളക്കും. നിന്നിലൂടെ ഞാൻ ചെലവിനെ മറിക്കും. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട് ആലോചന പറയുന്നു. ചില കുടുംബങ്ങൾ ഈ പകൽ എഴുന്നേൽക്കുമ്പോ ദേശാധിപത്യങ്ങൾ ഇളകും. ഇതുവരെ പലരും പ്രാർത്ഥിച്ചിട്ടും ഇളകാതെ അടിസ്ഥാനമിട്ടത് ഈ പകൽ ദൗത്യമേറ്റെടുക്കുന്ന കുടുംബം മുഖാന്തരം ഇളകി മാറുമെന്ന്, ഇളകി മാറുമെന്ന്. അതേ വാക്യം വീണ്ടും വായിക്കൂ. ഞാൻ ചിലതിനെ ഇളക്കും, ഞാൻ ചിലവിനെ മറിക്കും. മറിക്കും. ഞാൻ ചിലവിനെ നശിപ്പിച്ചു കളയും. നീ എഴുന്നേക്കാമോ? നീ എഴുന്നേക്കാമോ? പ്രാർത്ഥിക്കാമോ എന്നല്ല, കുറച്ചുകൂടെ സമയം കൂടുതൽ എടുക്കാമോ എന്നല്ല, ദൗത്യമേറ്റെടുത്ത് മുൻപോട്ട് വരാമോ? നിയോഗമേറ്റെടുത്ത് മുമ്പോട്ട് വരാമോ? നീ നിമിത്തം ഞാൻ ചെലവിനെ നശിപ്പിച്ചു കളയും. ഓ ജീസസ്, ജീസസ്, ഹല്ലേലൂയ. താഴേക്ക് വായിച്ചോ. ഞാൻ ചെലവിനെ നശിപ്പിക്കും. അതെ, അതെ. സെരുബാബേലേ, ഞാൻ നിന്നെ മുദ്ര മോതിരമാക്കും. ഞാൻ എന്റെ അധികാരത്വം നിന്റെ മേൽ പകരും. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. ആമേൻ. ഏതോ കളപ്പുരക്കകത്ത് ഒതുങ്ങിയിരുന്ന വിത്തിനോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ഇവിടെ വരുമ്പോഴേക്ക് അത് സെരുബാബേലിനോട് ഡയറക്റ്റായി മാറുകയാണ്. നീ കേവലം കളപ്പുരയിലെ വിത്തായി മാത്രം ഇരിക്കാതെ നീ പുറത്തു വരിക. നീ നിമിത്തം ഞാൻ ചെലവിനെ ഇളക്കും. നീ നിമിത്തം ഞാൻ ചെലവിനെ മറിക്കും. നീ നിമിത്തം ഞാൻ ചെലവിനെ നശിപ്പിക്കും. എന്റെ അധികാരങ്ങളെ ഞാൻ നിന്റെ മേൽ കൈമാറും. എന്റെ അധികാരങ്ങളെ ഞാൻ നിന്റെ മേൽ കൈമാറും. നീ അടച്ചാൽ ആകാശം അടയും. നീ തുറന്നാൽ ആകാശം തുറക്കപ്പെടും. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടും. ദൈവത്തിന്റെ അധികാരം സഭയുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ അധികാരം സഭയുടെ മേൽ വെളിപ്പെടട്ടെ.
ശെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലേ. ശെയൽത്തിയേൽ സെരുബാബേലിന്റെ അപ്പന്റെ പേരാ. ദൈവം അവന്റെ അപ്പന്റെ പേരും പുറത്തു കൊണ്ടുവരാൻ പോവാണ്. നീ എഴുന്നേറ്റാൽ നിന്റെ കുടുംബത്തെയും ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റേ. നീ എഴുന്നേറ്റാൽ നിന്റെ കുടുംബത്തെ ദൈവം പുറത്തു കൊണ്ടുവരും. ജീസസ് നെയിം, ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നോക്കിക്കേ എല്ലാവരും. ആമേൻ. നമ്മളെ കുറിച്ച് ഇന്ന് സംസാരിച്ചത്. നമ്മളാ വിത്ത്. നമ്മളാണ് ദൈവരാജ്യത്തിന്റെ പുത്രന്മാരെന്ന വിത്ത്. ആമേൻ. നാം എന്ന വിത്തിനെ ഈ ലോകമാകുന്ന വയലിൽ ദൈവം നട്ടു. നമ്മൾ മുളച്ചു, നമ്മൾ വളർന്നു, ഫലമുള്ളതായി. പലരുടെ കൂട്ടത്തിൽ നമ്മയും ദൈവം വളർത്തി. എന്നാൽ ഒരു നാൾ ദൈവം നമ്മെ അരിഞ്ഞെടുത്തു കളത്തിൽ കൊണ്ടുവന്നു. അവിടെ നമ്മൾ ആരാധനക്കാരനായി, അവിടെ നമ്മൾ പ്രാർത്ഥനക്കാരനായി, അവിടെ നമ്മൾ വീണ്ടെടുപ്പുകാരനെ കണ്ടുമുട്ടി, അവിടെ നമ്മൾ രക്ഷകനെ കണ്ടുമുട്ടി, അവിടെ നമ്മൾ ഉടമസ്ഥരായി, അവിടെ നമ്മൾ അവകാശികളായി. അവിടെ വെച്ച് നമ്മുടെ ബാധകൾ മാറി, അവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിനൊരു സ്വസ്ഥതയുണ്ടായി. സേവിക്കുമ്പോൾ ദൈവം ആരെന്ന് വെളിപ്പെട്ടു. സ്തോത്രം. നിങ്ങൾ സഭയിൽ വന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചു, ഇല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അടുത്ത ദൂത് സഭയ്ക്കുള്ള ദൂത്. ഇനിയും ഇങ്ങനെ ജസ്റ്റ് ഒരു ബിലീവറായി മുമ്പോട്ട് പോകാം എന്നാണോ കരുതുന്നത്? ഇനിയും ഇങ്ങനെ പോയാൽ മതി എന്നാണോ ചിന്തിക്കുന്നത്? ആമേ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇന്ന് ദൂതില്ല. അല്ലാത്തവർക്ക് അവരോടാണ് ദൈവം വീണ്ടും സംസാരിച്ചത്. 70 ആണ്ടുകൊണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രവാസമുണ്ട്, ബാബേൽ പ്രവാസം. ആ പ്രവാസം 70 ആണ്ടുകൊണ്ട് അവസാനിക്കുമെന്ന് പ്രവചിച്ചത് യെരമ്യാവാണ്. 70 ആണ്ട് കഴിയുമ്പോൾ ഈ ജനത്തെ മടക്കി കൊണ്ടുവരണം. അതിന് ദൈവം കണ്ടവരിൽ ഒരാളുടെ പേരാണ് സെരുബാബേൽ. ആ സെരുബാബേൽ കളത്തിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ അവനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം കൊണ്ടുവന്ന പ്രവാചകന്റെ പേരാണ് ഹഗ്ഗായി. ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം സെരുബാബേലിനോട് സംസാരിക്കുകയാണ്. നീ എഴുന്നേറ്റേ പറ്റൂ. നിന്റെ മേലൊരു ദൗത്യമുണ്ട്, നിന്റെ മേലൊരു നിയോഗമുണ്ട്. ചെറുതല്ല. ഈ ജനത്തെ അവരുടെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കണം. ആമേൻ, ആമേൻ. ഇവരെ പിടിച്ചിട്ടുള്ള പ്രവാസം എന്ന വിഷയത്തിന്റെ ബൈബിൾ പറഞ്ഞ പ്രവാസം എന്ന കോലൊടിക്കണമെന്നാണ്. ആമേൻ. ആ പ്രവാസത്തിന്റെ കോലൊടിച്ച് ഇവരെ അവരുടെ വാഗ്ദത്ത മണ്ണി തിരിച്ചെത്തിക്കണം. അതിന് ഞാൻ കണ്ടത് നിന്നെയാണ്. ആ നീ ഇനിയും വിത്ത് കളപ്പുര കിടക്കും പോലെ കിടക്കാമെന്നാണോ? അല്ല. നീ എഴുന്നേക്കണം, നീ എഴുന്നേക്കണം. നീ എഴുന്നേറ്റാൽ ഞാൻ ചിലതിനെ മറിക്കും, ഞാൻ ചിലതിനെ ഇളക്കും, ഞാൻ ചിലതിനെ നശിപ്പിക്കും. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ് സഭ. ഇന്ന് പകൽ ഒരു ദൗത്യം ഏറ്റെടുത്ത് ആരാധിച്ച് ദേശത്തിന്റെ നടുവിൽ ദൈവരാജ്യത്തിന്റെ പുത്രനായി ഞാൻ എഴുന്നേൽക്കും. ഈ ദേശത്തെ ഇളകാതെ അടിസ്ഥാനമിട്ട ഇരുളിന്റെ ആധിപത്യങ്ങളെ ഇളക്കാൻ കഴിയുന്ന ഒരു ദൗത്യത്തെ ഈ പകൽ ഞാൻ ഏറ്റെടുക്കും. ഈ വചനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സഭക്കകത്ത് നിൽക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗങ്ങൾ വന്ന് പതിക്കട്ടെ. നീ നടക്കുന്ന വഴിയിൽ ചിലവ് ഇളകും. നീ കാൽ ചവിട്ടുന്ന വീടിനകത്തിരിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇളകും. നിങ്ങളുടെ മേലൊരു അധികാരത്തിന്റെ കൈമാറ്റം ഇപ്പോൾ വെളിപ്പെടുന്നു. ഒരധികാരത്തിന്റെ കൈമാറ്റം. ഞാൻ നിന്നെ മുദ്ര മോതിരമാക്കോ, ഞാൻ നിന്നെ മുദ്ര മോതിരമാക്കോ.
നീ പാർക്കുന്ന പഞ്ചായത്തിനെ മറിക്കാനുള്ള അധികാരത്തെ, നീ പാർക്കുന്ന ദേശത്തിന്റെ ആധിപത്യത്തെ ഇളക്കാനുള്ള ഒരു അഭിഷേകത്തെ ആത്മാവിൽ പ്രാപിച്ചെടുത്ത്, ആത്മാവിൽ ബലപ്പെട്ട്, ദൈവത്തിന്റെ നിയോഗത്തിന്റെ കൈമാറ്റം സ്വീകരിച്ച് വിടുവിക്കുന്ന ദൈവകരം ഫലിക്കട്ടെ. ബാധകൾ മാറിപ്പോകട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ. ബാധകൾ മാറിപ്പോകട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ. നീ എഴുന്നേറ്റാൽ നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. നീ എഴുന്നേറ്റാൽ നിന്റെ കുടുംബത്തിന്റെ പേര് ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്റെ അപ്പന്റെ പേര് പുറത്തു കൊണ്ടുവരും. നിന്റെ തലമുറയുടെ പേര് പുറത്തു കൊണ്ടുവരും. നിന്റെ കുടുംബത്തിന്റെ പേര് ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എഴുന്നേൽക്ക്, നീ പുറത്തു പോ. ദൗത്യങ്ങൾ ഏറ്റെടുക്ക്, ദൗത്യങ്ങൾ ഏറ്റെടുക്ക്, ദൗത്യങ്ങൾ ഏറ്റെടുക്ക്. ഓ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട ദൈവ വചനമുണ്ട്. ആ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. നാളുകളായി വലിയ ദൗത്യമുണ്ടായിരുന്നിട്ടും എവിടൊക്കെയോ ഒതുങ്ങിപ്പോയവരെ ഇന്ന് പകൽ ദൈവം കൈപിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സുവിശേഷ വേലയുടെ വിളിയുണ്ടായിട്ടും ചെയ്യാൻ കഴിയാതെ പോയവർ, അഭിഷേകത്തിന്റെ തികവുണ്ടായിട്ടും വെളിപ്പെടുത്താൻ കഴിയാതെ പോയവർ, ദൈവത്തിന്റെ വിളിയുണ്ടായിട്ടും വേണ്ടുമെന്നും ശോഭിക്കാൻ കഴിയാതെ പോയവർ ഇന്നു പകൽ പുറത്തു വരും. ഇന്നു പകൽ പുറത്തു വരും. ഈ പകൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ തലയെ എണ്ണ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുന്നു. പഞ്ചായത്തുകൾ ഇളകുകയാണ്. അതിന്റെ മേൽ അധികാരം വെച്ചിരിക്കുന്ന ഇരുളിന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇളകുകയാണ്. ഓ സഭയുടെ മേലുള്ള അധികാരം ദേശത്തിന്റെ മേൽ വെളിപ്പെടുകയാണ്. ദേശത്തിന്റെ മേൽ വെളിപ്പെടുകയാണ്. സഭയുടെ മേലുള്ള അധികാരം യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. നീ കൈവച്ചാൽ സൗഖ്യം ഉണ്ടാകും. ഇന്ന് പകൽ നിങ്ങളിലേക്ക് ദൗത്യം മടങ്ങി വരികയാണ്. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് മങ്ങി. നീ ആരാധിച്ചാൽ വിടുതൽ ഉണ്ടായിരുന്നു, അത് പിന്നീട് മങ്ങി. നീ സുവിശേഷം പറഞ്ഞാൽ ബന്ധനങ്ങൾ അടിയുമായിരുന്നു, അത് പിന്നീട് മങ്ങി. എന്നാൽ ഇന്ന് പകൽ നിങ്ങളിലേക്ക് ദൈവം ആ ദൗത്യത്തെ മടക്കി തരികയാണ്. നിങ്ങളിലേക്ക് ദൈവം ആ ശുശ്രൂഷ മടക്കി തരികയാണ്. നിങ്ങളിലേക്ക് ദൈവം ആ ദൗത്യം മടക്കി തരികയാണ്. ഇനി നീ കൈവച്ചാൽ വിടുതൽ നടക്കും. ഇനി നീ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും. ഇനി നീ സ്തോത്രം ചെയ്താൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഇനി നീ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ നിമിത്തം ഞാൻ ചെലവിനെ ഇളക്കും. നീ നിമിത്തം ഞാൻ ചെലവിനെ മറിക്കും. നീ നിമിത്തം ഞാൻ ചെലവിനെ നശിപ്പിക്കും. നീ നിമിത്തം എന്റെ കുടുംബത്തിന്റെ പേര് ഞാൻ പുറത്തു കൊണ്ടുവരും.
Ratura Gadagara Batara Radeshere.